السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والذي له ملك السماوات والأرض وهو على كل شيء قدير. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. കേരളത്തിലെ ഐതിഹാസികമായ ചരിത്രമുള്ള പ്രസ്ഥാനങ്ങളിലൊന്നാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മത, സംഘടനാ മേഖലകളിലൊക്കെ തന്നെയും വലിയ പൊളിച്ചെഴുത്തുകൾക്ക് നേതൃത്വം നൽകിയിരുന്ന സംഘമായിരുന്നു സോളിഡാരിറ്റി. കേരളീയ പശ്ചാത്തലത്തിലും ഇന്ത്യൻ പശ്ചാത്തലത്തിലും ലോക പശ്ചാത്തലത്തിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള വിശകലനങ്ങളും വിലയിരുത്തലുകളും വിമർശനങ്ങളും കേരളീയ സമൂഹത്തിന് നൽകിയതിൽ നിർണായകമായ പങ്ക് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് വഹിച്ചിട്ടുണ്ട്. ആ സോളിഡാരിറ്റി ഇന്ന് ഇനി നാളെയും ചിലപ്പോൾ ലോകാവസാനം വരെ നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന സയനിസ്റ്റ് സാമ്രാജ്യത്വ ഭീകരതകൾക്കെതിരെ പലതും പൊതുവായി മാറുകയും അതൊക്കെ പഴയ പ്രശ്നങ്ങളാണ്, ഇപ്പോൾ അതിനൊന്നും പ്രസക്തിയില്ല, അല്ലെങ്കിൽ അനുഭവങ്ങളും ശീലങ്ങളും നൈരന്തര്യങ്ങളും കാഴ്ചപ്പാടുകളും നിലപാടുകളുമൊക്കെ നഷ്ടപ്പെടുത്തി എല്ലാറ്റിനോടും സമീകരിക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ല എന്ന ഒരു നിലപാടിലേക്ക് വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും സംഘങ്ങളെയും ഒക്കെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ വളരെ സമർത്ഥമായി അണിയറകൾക്ക് പിന്നിൽ ഒളിഞ്ഞു നിന്നുകൊണ്ട് ലോകഘടനയെ തന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അതിമാരകമായ പൈശാചിക സംവിധാനമായ സയനിസത്തെ സംബന്ധിച്ചും സാമ്രാജ്യത്വത്തെ സംബന്ധിച്ചും ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും പശ്ചാത്തലങ്ങളിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് പങ്കുവെക്കുകയാണ്. നമുക്കറിയാം, നിരന്തരമായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് ഇത് രണ്ടും. പക്ഷേ പുതിയ കാലത്ത് പുതിയ സംവിധാനങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൗകര്യങ്ങളിലുമൊക്കെ നിന്നുകൊണ്ട് പ്രത്യേകിച്ചും സോഫ്റ്റ്വെയർ സംവിധാനങ്ങളെന്ന് പറയുന്ന ലോകത്ത് അങ്ങനെ രണ്ട് സംവിധാനങ്ങളാണുള്ളത്, ഒന്ന് ഹാർഡ്വെയറും ഒന്ന് സോഫ്റ്റ്വെയറും. വളരെ പരുക്കനായി എല്ലാറ്റിനെയും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന അധികാരം കൊണ്ടും ആയുധം കൊണ്ടും സമ്പത്ത് കൊണ്ടും സൈന്യത്തെ കൊണ്ടും രഹസ്യാന്വേഷണം, പോലീസ്, കോടതി, ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും രാജ്യങ്ങളെയും ലോകങ്ങളെയും ഒക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ധാരാളം സയനിസ്റ്റ്, ഫാസിസ്റ്റ്, നാസിസ്റ്റ്, ഇമ്പീരിയലിസ്റ്റ് സംവിധാനങ്ങൾ ലോകത്തുണ്ട്. അത് മുറപ്രകാരം യാതൊരു തടസ്സങ്ങളുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കെ തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങനെ ചെയ്യണമെന്നറിയാതെ പൊതുസമൂഹത്തെ മയക്കിക്കിടത്താൻ കഴിയുന്ന രീതിയിലുള്ള മാസ്മരികമായ കുറേ സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിൽ ഇവർ വെച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂനുണ്ട്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. വിജയിക്കുന്നതിന് മുമ്പുള്ള ദീർഘദർശനമായിരുന്നു അത്. വിജയിക്കാൻ സാധ്യതയില്ല എന്ന് ഭൗതികമായി എല്ലാവരും വിശകലനം ചെയ്യുന്നൊരു സന്ദർഭത്തിലാണ് വമ്പിച്ച വിജയത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത്.
അവർക്കുണ്ടാകേണ്ടുന്ന അടിസ്ഥാന ഗുണങ്ങളെക്കുറിച്ച് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നമസ്കാരങ്ങളിൽ അവർ ഭയഭക്തിയുള്ളവരാണ്. ജാടയും കാപട്യവും കള്ളത്തരവും സ്വാർത്ഥതയും താല്പര്യങ്ങളും വെച്ചുകൊണ്ട് നടത്തുന്ന അമ്പലപ്പള്ളി പാർട്ടി പരിപാടിയല്ല പ്രാർത്ഥനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന് പറയുന്നത്. വിശദാംശങ്ങളിലേക്ക് പോകാൻ ഞാൻ ആളല്ല. പഴയതിനേക്കാൾ മികച്ച ആരാധനകളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ സകല മതവിഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. മതേതരപരമായ ആരാധനകളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും അതിനേക്കാൾ മികച്ച രീതിയിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മത്സരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. എല്ലാവർക്കും ഉണ്ട് സ്വലാത്ത്. ഞാനതിലേക്കും ഇപ്പോൾ വിശദീകരിക്കാൻ ആളല്ല. എല്ലാ പ്രസ്ഥാനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന അവരെ അവരായി നിലനിർത്തുന്നതിന് വേണ്ടി അവർ സംവിധാനിച്ചിട്ടുള്ള വ്യത്യസ്തമായ അനുഷ്ഠാന ആചാര ആഘോഷ സംവിധാനങ്ങളാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. എല്ലാ സ്ഥാപനങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും വ്യക്തികൾക്കും സംഘടനകൾക്കും മതങ്ങൾക്കും ഒക്കെ ഇതുണ്ട്, മതേതര വ്യത്യാസമില്ലാതെ. പക്ഷെ അത് അവരുടെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഭയത്തിന്റെയും വിനയത്തിന്റെയും താഴ്മയുടെയും ഖുശൂവിന്റെയും ഹുദൂഇന്റെയും ഉള്ളടക്കങ്ങളിൽ നിന്നല്ല പാർട്ടി ഓഫീസിലും പള്ളിയിലും പഞ്ചായത്തിലും പാർലമെന്റിലും നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ, ഭരണഘടനയെ വന്ദിക്കുന്നത് മുതൽ ഓം ശാന്തി എന്ന് പറയുന്നത് മുതൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതടക്കമുള്ള പല രീതിയിലുള്ള സർവ്വരാജ്യ തൊഴിലാളികളെ വിജയിക്കുക എന്നൊക്കെ പറയുന്നതടക്കമുള്ള പല സ്വഭാവത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ആലോചിക്കാം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വിനയത്തിന്റെയും താഴ്മയുടെയും അതുപോലെ തന്നെ ഭയഭക്തിയുടെയും ഉള്ളടക്കങ്ങളിൽ നിന്നുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങൾ സ്വലാത്തിനെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരാണിവർ. അത് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന രണ്ടാമത്തെ വർത്താനം വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അവർ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാണ്. ഇത് പണ്ട് വല്ലാതെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമൊന്നുമല്ല. പാട്ട്, നാടകം, സിനിമ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നിസ്സാരത കരുതരുത്. സിനിമ ഇന്ന് ആഗോളതലത്തിൽ വർത്തമാനകാലത്തിന്റെ അഭിരുചികളെ നമുക്കറിയാലോ. കേരള സ്റ്റോറി എന്താണ് എന്നുള്ളത് ഇനിയും ഇറങ്ങാനിരിക്കുന്നു. ഇവിടെ പല സ്റ്റോറികളും കേരളത്തിൽ സംഘപരിവാർ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്, കേരളത്തിന്റെ മതേതര സെക്യുലർ സാമൂഹിക സോഷ്യൽ അന്തരീക്ഷങ്ങളെ മാരകമായി തകർത്തെറിയുന്നതിന് വേണ്ടി ക്ഷമയോടുകൂടി, അസാമാന്യമായ ക്ഷമയോടുകൂടി, ദീർഘവീക്ഷണത്തോടുകൂടി സംഘപരിവാർ നിരന്തരമായി പല സംവിധാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ നിന്നാണ് ഇന്ന് കേരളത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പല സിനിമകളും. കേരള സ്റ്റോറി എന്ന് പറയുന്നത് കേരളത്തിനെ കുറിച്ച് കേരളീയർ കണ്ടിട്ട് കാര്യം മനസ്സിലാക്കാനല്ലാതെ ഇറങ്ങിയിട്ടുള്ളത്. കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഇന്ന് ഇന്ത്യൻ മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും രാഷ്ട്രീയ, സാമ്പത്തിക, സംഘടനാ, സാമൂഹിക, വിദ്യാഭ്യാസ മേഖലകളിൽ ഉയർന്നു നിൽക്കുന്നവരാണ് എന്ന് തിരിച്ചറിഞ്ഞ മുസ്ലിങ്ങൾ എവിടെയൊക്കെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ ശക്തികളായി വളരുന്നുണ്ടോ അതിനെയൊക്കെ തന്നെയും ജീർണിപ്പിക്കുകയും തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ആഗോളതലം മുതൽ പ്രാദേശിക തലത്തിലടക്കമുള്ള അജണ്ടകളെ വളരെ കൃത്യമായി നിർമ്മിച്ചെടുത്തുകൊണ്ടാണ് സിനിമ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ പോലും ഇന്ന് കേരളത്തിൽ ഓൾ ഇന്ത്യ ബേസിൽ സംഘപരിവാർ വളരെ കൃത്യമായിട്ട് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സിനിമയുടെ വാക്യങ്ങൾ പരിശോധിക്കുക, ചാറ്റ്ജിപിടിയൊക്കെ പരിശോധിക്കട്ടോ. ലോക സിനിമയിലെ ഹോളിവുഡിലെ സിനിമാ മുതലാളിമാരിലെ 30% യഹൂദന്മാരാണ്. വർണർ ബ്രദേഴ്സ് അതുപോലെ തന്നെ മുഖ്യ. കാരണം ഇതിനൊരു പ്രശ്നമുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇറങ്ങുന്ന സിനിമകൾ ഉണ്ടാവുമല്ലോ. കേരള സ്റ്റോറിക്ക് ആരായിരിക്കും ഇമാമ്? എല്ലാത്തിനും ഇമാമ് വേണല്ലോ, സയ്യിദ് വേണല്ലോ, ലീഡർ വേണല്ലോ, ക്യാപ്റ്റൻ വേണല്ലോ. അമീർ അല്ലാതെ ഒരു പരിപാടി നടക്കില്ലല്ലോ. ലോകത്തിറങ്ങുന്ന സിനിമകളുടെ അമീർ ആരാണ്? അതിന്റെ ക്യാപ്റ്റൻ ആരാണ്? അതിന്റെ ലീഡിംഗ് ഫോർവേഡ് ആരാണ്? അതിന്റെ മുഖ്യ പ്രതിഷ്ഠാ സ്ഥാനത്തുള്ളത് നിൽക്കുന്ന അത് ഹോളിവുഡാണ്. ഹോളിവുഡ് എന്ന് പറയുന്നത് ആരാ? ഹോളിവുഡിനെ നിയന്ത്രിക്കുന്നത് വെറും 1% വരുന്ന യഹൂദന്മാരാണ്. മികച്ച സംവിധായകന്മാരും മികച്ച സിനിമാ നിർമ്മാതാക്കളും നടന്മാരിലെ 10-30% ഓസ്കാർ അവാർഡ് എന്ന് പറയും സിനിമാ രംഗത്ത് നേടിക്കൊണ്ടിരിക്കുന്ന അവാർഡുകൾ. ഈ അവാർഡുകളിലെ 30% കിട്ടിയിട്ടുള്ളത് യഹൂദ നടന്മാർക്കാണ്, അവരുടെ സിനിമകൾക്കാണ്. നമ്മൾ സാധാരണ പറയലുണ്ടല്ലോ, സമാധാനത്തിന്റെ നോബൽ പ്രൈസ് ഗാന്ധിജിക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ ട്രംപ് അത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മുടെ നരേന്ദ്രമോദിക്കും ഭാവി കാലത്ത് ഇസ്രായേൽ നോമിനേറ്റ് ചെയ്ത് കിട്ടാൻ സാധ്യതയുള്ള അവാർഡുകളിൽ ഒന്നാണ് ഓസ്കാർ അവാർഡ് അല്ലെങ്കിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ടോൾസ്റ്റോയ്ക്ക് നോബലിലെ സാഹിത്യ പുരസ്കാരം കിട്ടിയിട്ടില്ല. അതേസമയം ഇസ്രായേലിലെ 1% വരുന്ന ഇസ്രായേൽ യഹൂദന്മാർ, സയനിസ്റ്റുകൾ സിനിമാ രംഗത്തും സാഹിത്യ രംഗത്തും വ്യാവസായിക രംഗത്തും ശാസ്ത്ര രംഗത്തും കായിക രംഗത്തും ഒക്കെ നുടഞ്ഞ് ഇടഞ്ഞ് തുരന്ന് കയറി ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രങ്ങളായി മാറാൻ
മറ്റൊരു രംഗത്തും പ്രത്യക്ഷപ്പെട്ടിട്ട് മനുഷ്യരെ ആകർഷിക്കുന്ന, മനുഷ്യരുടെ മുമ്പിൽ വിശുദ്ധരാകാൻ പറ്റുന്ന നിലപാടുകളില്ലാത്തത് കൊണ്ട് സിനിമ മുതൽ മീഡിയ സംവിധാനങ്ങളടക്കമുള്ള എല്ലാം, മുഖ്യ മീഡിയ സംവിധാനങ്ങളെ നിങ്ങൾ പരിശോധിക്കുക, മുതലിറക്കിയിട്ടുള്ളവർ ആരാണ്? ഞാൻ ഈ അടുത്ത് ചാറ്റ്ജിപിടിയോട് ചോദിച്ചു, സെക്സ് പോണോഗ്രാഫി ആരാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ? അപ്പോ അറിയപ്പെടുന്ന നമ്പർ 1 മുതലാളി യഹൂദനാണ്. ഓസ്ട്രിയയിൽ നിന്ന് വന്ന് ലോസ് ഏഞ്ചലസിൽ താമസിച്ച് അവനാണ് അവന്റെ പരിപാടികൾ തുടങ്ങുന്നത്. എന്നിട്ട് പിന്നെ ഈ ചാറ്റ്ജിപിടിന് വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്, ഇതൊന്നും മതപരമായിട്ട് നോക്കണം. ഞാൻ ചോദിച്ചു, മുസ്ലിം മുതലാളിമാരെങ്കിലും ഉണ്ടോ സെക്സ് പോണോഗ്രാഫി നടത്തുന്ന? നിങ്ങൾ ഹിന്ദുത്വം, മുസ്ലിമും ക്രിസ്ത്യാനിയും ജനാധിപത്യം, ധാർമ്മികത ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ കുട്ടികളെ മുഴുവൻ എപ്സ്റ്റീനിൽ കൊണ്ടുപോയിട്ട് മുക്കാൻ പറ്റുന്ന സെക്സ് പോണോഗ്രാഫി നിങ്ങളുടെ മൊബൈൽ എന്ന് പറയുന്ന ചെറിയ ഉൽപ്പന്നങ്ങളുടെ അകത്തലങ്ങളിലൂടെ ഇരുന്നു പോകാൻ മടിക്കുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും വീട്ടിന്റെ റൂമുകളിലിരുന്ന് വളരെ സ്വകാര്യമായി എഫ്സ്റ്റീന്റെ ദ്വീപിലേക്ക് തീർത്ഥയാത്ര നടത്തുന്ന വളരെ മാരകമായ സംവിധാനമാണിത്. ഇതിന് നേതൃത്വം നൽകുന്നത് ആരെന്ന് ചോദിച്ചാൽ യഹൂദനാണ്, സയനിസ്റ്റ്. എല്ലാ യഹൂദന്മാരും കേട്ടോ, എല്ലാ യഹൂദരും, എല്ലാ ക്രിസ്ത്യാനികളും, എല്ലാ ഹിന്ദുക്കളും, എല്ലാ മുസ്ലിങ്ങളും എല്ലാവരും ഒരുപോലെയാണ് എന്ന് വിചാരിക്കരുത്. അതിലൊക്കെ നല്ലവരുണ്ട്. ദൈവബോധമുള്ളവർ, കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ, മനസ്സിൽ വിനയമുള്ളവർ, അതുപോലെ തന്നെ നിഷ്കളങ്കമായി കാര്യങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നവർ. പക്ഷെ സയനിസം എന്ന് പറയുന്നത് അത്തരം നിഷ്കളങ്കതയുടെയും നിസ്വാർത്ഥതയുടെയും വിശുദ്ധിയുടെയും വിപ്ലവത്തിന്റെയും മൂല്യങ്ങളിൽ നിൽക്കുന്നവരല്ല. അക്രമത്തിന്റെയും ആഭാസത്തരങ്ങളുടെയും അനാശാസ്യതകളുടെയും അധാർമികതകളുടെയും ഇരുട്ടറകളിൽ നിന്നുകൊണ്ട് വിശുദ്ധന്മാരായി ചമഞ്ഞ് അണ്ടർഗ്രൗണ്ട് പ്രോഗ്രാമുകളിലൂടെ, ഡീപ് പൊളിറ്റിക്സിലൂടെ, ആഴത്തിൽ നിന്നുകൊണ്ട്, കടലുണ്ടല്ലോ, കടലിന്റെ മുകളിൽ കാണുന്നതല്ല കടലിന്റെ ഉള്ളിലുള്ളത്, അടിയൊഴുക്കുകളിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് സയനിസം അതിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, സയനിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നം എന്ന് പറയുന്നത് സോഫ്റ്റ് പവറാണ്. നിങ്ങളുടെ മൊബൈൽ മുതൽ ബിഗ് സ്ക്രീൻ മുതൽ ചോട്ടാ സ്ക്രീൻ അടക്കമുള്ള അതിന്റെ എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗിച്ച് ലോകത്തെ മനുഷ്യനെ കെണിവെച്ച് പിടിക്കുന്ന വാർത്താ മീഡിയ സംവിധാനങ്ങളുടെ 90% ഒരു അൽ ജസീറ അല്ലെങ്കിൽ ഒരു മീഡിയ വൺ, ഇങ്ങനെ ബദല നിൽക്കുന്ന, ലോകത്തിലെ തന്നെ സൂക്ഷ്മമായിട്ട് പഠിക്കുന്ന ആളുകൾ പറയുന്നത് സയനിസത്തിന്റെയും ഇമ്പീരിയലിസത്തിന്റെയും നാസിസത്തിന്റെയും ഫാസിസത്തിന്റെയും മീഡിയ രംഗത്തുള്ള സ്വാധീനത്തെ എതിർക്കാൻ, വെല്ലുവിളിക്കാൻ കഴിവുള്ള മാധ്യമങ്ങൾ ലോകത്ത് വളരെ അപൂർവമാണ്. അൽ ജസീറ എന്ന് പറയുന്ന ഖത്തറിൽ നിന്നുള്ള ഒരു ചാനലുണ്ട്, കേരളത്തിലെ ഒരു മീഡിയ വണ്ണുണ്ട്. നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ, 90% നമ്മുടെ EVM മെഷീന് മുതൽ നമ്മളുടെ സുപ്രീം കോടതിയെ അടക്കം ഹൈജാക്ക് ചെയ്ത് തെരഞ്ഞെടുപ്പിനെ പോലും അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാരത്തിനെതിരെ വിരല് ചൂണ്ടാൻ മടിയില്ലാത്ത മലയാള മാധ്യമങ്ങളിൽ നിന്ന് തുടങ്ങി ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളെ അടക്കം നിങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ ലോക മീഡിയ, BBC, CNN, അതുപോലെ തന്നെ തുടങ്ങുന്ന വമ്പൻ ചാനലുകൾ, ഇന്ത്യയിലെ ചാനലുകൾ അടക്കമുള്ളവർ ഈ സോഫ്റ്റ് പവറിന്റെ ഭാഗമാണ്. നിങ്ങളുടെ കാഴ്ചകളെ വഞ്ചിക്കുന്ന, നിങ്ങളുടെ കേൾവിയെ റാഞ്ചിയെടുക്കുന്ന, നിങ്ങളുടെ മസ്തിഷ്കത്തെയും മനസ്സിനെയും വളരെ തെറ്റലായ കാര്യങ്ങളെ അതിനകത്ത് വസ്വാസ് എന്ന് പറയാം. നമ്മൾ ഒന്നെടുക്കുമ്പോ മറ്റേ ഇത് മാറുന്നതിനാണ് വസ്വാസ് എന്ന് പറയാം. 1 2 അതൊന്നുമല്ല വസ്വാസ്. അങ്ങനെ ആരും തെറ്റിദ്ധ, അതൊരു സൈക്കിക് പ്രശ്നമാണ്, അത് വ്യക്തിയുടെ മാനസിക നിലയുടെ ഒരു പ്രശ്നമാണ്. അതിനൊന്നുമല്ല വസ്വാസ് എന്ന് പറയുന്നത്. ഖുർആനിലല്ല വസ്വാസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. തെറ്റായ കാര്യത്തെ ശരിയാണ് എന്ന് തോന്നുന്ന രീതിയിൽ ബഹുവർണ്ണ കളറുകളോടുകൂടെ നന്നായിട്ട് വൈറ്റ് വാഷ് ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ട് എഫ്സ്റ്റീൻ നിങ്ങളുടെ മുമ്പിൽ ഇറങ്ങി വരുന്നതിനെ കുറിച്ചാണ്. ജനങ്ങളുടെ ഹൃദയങ്ങളിലും അവരുടെ നെഞ്ചകങ്ങളിലും ആ നിലപാടുകൾ നിശ്ചയിക്കേണ്ടുന്ന ഹൃദയത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള അതിമാരകമായ വർണ്ണനകൾ കൊണ്ട് അലങ്കരിക്കുന്ന രാഷ്ട്രീയ, ശാസ്ത്ര, വിദ്യാഭ്യാസ, കലാ, സാഹിത്യ, സായുധ, കല, അങ്ങനെ തുടങ്ങുന്ന നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലുമുള്ള വ്യാജങ്ങളെ, നിഫാക്കുകളെ, കുഫറിനെ, ഷിർക്കിനെ, ദുൽമിനെ, ഫസാദിനെ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന രീതിശാസ്ത്രത്തെ കുറിച്ചാണ് ഖുർആൻ വസ്വാസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ വസ്വാസിന് ഉപയോഗിക്കുന്നത് നമ്മുടെ ചെറിയ സ്ക്രീനായ ബിഗ് സ്ക്രീൻ. നമ്മൾ സയനിസത്തെ കുറിച്ചുള്ള പറയണത് അതെവിടെയുള്ളത് നമ്മൾ ചോദിക്കണം. നിങ്ങളെ വീട്ടിലുണ്ട്, എന്റെ വീട്ടിലുണ്ട്. നമ്മളെ കുട്ടി മുടി വെട്ടിയത് അബൂബക്കർ കണ്ടിട്ടൊന്നുമല്ല, ഉമർ അബ്ദുൽ ഖത്താബ് കണ്ടിട്ടുമല്ല, മുഹമ്മദ് നബി എങ്ങനെ മുടി വെട്ടിയെന്നൊന്നുമല്ല നമ്മളെ കുട്ടി നോക്കണത്. കമ്മ്യൂണിസ്റ്റിന്റെ കുട്ടിയും കോൺഗ്രസിന്റെ കുട്ടിയും മുസ്ലിം ലീഗിന്റെ കുട്ടിയും സുന്നി കുട്ടിയും മുജാഹിദ് കുട്ടിയും ജമാഅത്ത് കുട്ടിയും ഒന്നും
ഇതല്ല നോക്കണത്. പിന്നെ ഈ സിനിമയിലെ ഏറ്റവും നല്ല മോഡൽ ഏതാ, അതുപോലെ തന്നെ ഈ ടിവിയിൽ വന്ന പരസ്യത്തിൽ കണ്ടവന്റെ ഏറ്റവും നല്ല മോഡൽ ഏതാ. നമ്മുടെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും സഞ്ജു സാംസണും ഒക്കെ അത്യാവശ്യം വൃത്തിയിലൊക്കെ ആട്ടോ ഓലൊക്കെ മുടിയിട്ടെന്ന് തോന്നുന്നു. പക്ഷേ വിരാട് കോഹ്ലി കുറച്ച് കാട്ടിക്കൂട്ടില്ല. കളി സാറാണ്. ആ ചർച്ചയിലേക്ക് നമ്മൾ പോകണ്ട. ഏത് ഫോർമാറ്റിലും വളരെ മനോഹരമായി കളിച്ചോളും. 20-20 ആണെങ്കിലും ടെസ്റ്റ് ആണെങ്കിലും ഏകദിനാണെങ്കിലും ഒരുത്തനും ഭയപ്പെടാതെ കളിക്കും. പക്ഷേ പച്ചയൊക്കെ കുത്തി ചോപ്പൊക്കെ കുത്തി ഒരു പ്രത്യേക രീതിയിലൊക്കെ ഇറങ്ങി വന്ന് നമ്മുടെ മുമ്പിൽ ദുൽഖർ സൽമാൻ എങ്ങനെയാണ്, ആരാണ് മുടിവിട്ട് നിശ്ചയിക്കുന്നത്? ന്യൂയോർക്കിലും പാരീസിലുമുള്ള സയഡിസത്തിന്റെ ഏജന്റുമാർ മനുഷ്യന്റെ ബുദ്ധിയെയും ചിന്തയെയും വിലക്കെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള മാരകമായ അവതരണങ്ങൾ. ആദ്യ ഇമാമായിട്ട് ഇവിടുന്ന് വരും. അപ്പോൾ മലയാള സിനിമക്ക് ഒരു ഇമാമുണ്ട്, അത് ബോളിവുഡാണ്. ബോളിവുഡ് ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കോളിവുഡാണ് എന്നാ പറയുന്നത്. നമ്മുടെ തമിഴ്നാടും ആന്ധ്ര ബെൽറ്റ് കേന്ദ്രീകരിച്ച് സംഘപരിവാർ പണമിറക്കുന്ന അതിമാരകമായ രീതിയിലുള്ള ഒരു ഫിലിം ഇൻഡസ്ട്രി ആന്ധ്ര കേന്ദ്രീകരിച്ച് വികസിച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ പുരാണ സിനിമകൾ എന്നൊക്കെ പറഞ്ഞിട്ട് മാസ്മരികമായ ലോകത്തേക്ക് നമ്മുടെ വോട്ട് കടക്കുന്ന, നമ്മുടെ ഗ്യാസിനെ കക്കുന്ന, നമ്മുടെ പെട്രോളിനെ കക്കുന്ന, നമ്മുടെ അവകാശങ്ങളെ മുഴുവൻ തകർക്കുന്ന, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെയൊക്കെ വിസ്മരിപ്പിച്ചിട്ട് പഴയകാല നെസ്റ്റോളജിയിൽ നിന്നുകൊണ്ട് നമ്മളെ രമിപ്പിക്കാൻ പറ്റുന്ന സിനിമകളുമായി അത് ഇമാമാണ്. അവർക്കൊരു ഇമാമുണ്ട്. അത് ഹോളിവുഡാണ്. ഞാനതാ പറഞ്ഞ് ഹോളിവുഡിൽ നിന്ന് ഇറങ്ങുന്ന സിനിമയാണ്. ഇവിടെ ദുൽഖർ സൽമാന്റെ സിനിമയിലും മമ്മൂട്ടിന്റെ സിനിമയിലും മോഹൻലാലും മമ്മൂട്ടി നമ്മൾ അതിൽ വലിയ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. രണ്ടാളും പേരില്, പക്ഷെ ആ പേര് വലിയ പ്രശ്നം തന്നെയാണ്. ഒന്ന് മമ്മൂട്ടിയാണെന്ന് മോഹൻലാലാണ്. അതുകൊണ്ടുള്ള കുറെ കുലുമാൽ അതിനുണ്ട്. അതുകൊണ്ട് കേരളത്തിന്റെ പൗരുഷം എന്ന് പറയുന്ന മമ്മൂട്ടി പട്ടാളത്തിന്റെ സിമ്പലായിട്ട് കേരളത്തിൽ വന്നിട്ടില്ല. അത്തരം ഒരു പൗരുഷത്തിന്റെ മോഡലിലേക്ക് കേരളത്തിൽ നിന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന പട്ടാള മോഡൽ ബോഡി ഗാർഡ് ഉള്ളത് ശരിക്കും മമ്മൂട്ടിക്കായിരുന്നു. പക്ഷെ മമ്മൂട്ടി അവിടെ വന്നിട്ടില്ലല്ലോ. വന്നത് മോഹൻലാലാ. അതിന് വേറെ കാരണങ്ങളുണ്ട്. ഞാൻ അതിന് ചർച്ചയിലേക്ക് പോവല്ല. പറഞ്ഞതിന്റെ അർത്ഥം, പക്ഷെ ഇവര് രണ്ടാളും തമ്മിൽ സിനിമയിൽ മൗലികമായ വ്യത്യാസങ്ങളൊന്നുമില്ല, പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളൊന്നുമില്ല. കാരണം ഹോളിവുഡിൽ നിന്ന് വരുന്ന, ഇനിയിപ്പോ പ്രാദേശിക പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതും ഹോളിവുഡ് നൽകുന്ന അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടാണ്. അനാർക്കിസത്തിന്റെ, അരാജകത്വത്തിന്റെ, അനാശാസ്യതകളുടെ, അധാർമികതകളുടെ, ലിബറലിസത്തിന്റെ വിഷവിത്തുകളെ വളരെ മനോഹരമായി വിതച്ചെടുക്കുന്ന സിനിമകൾ പ്രളയം പോലെ ലോകാടിസ്ഥാനത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ദക്ഷിണ കൊറിയയിൽ നിന്ന് വരുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ മുഴുവൻ ഇതിന് അടിമപ്പെട്ട് കിടക്കാൻ. ഞാൻ പറഞ്ഞത് വിശുദ്ധോറം വെറുതെ പറഞ്ഞൊന്നുമല്ല. ഈ സോഫ്റ്റ്വെയർ ശക്തി എന്ന് പറയുന്നത് മൊബൈൽ മുതൽ ബിഗ് സ്ക്രീൻ അടക്കമുള്ള കായിക രംഗം മുതൽ കളിക്കളങ്ങൾ അടക്കമുള്ള വ്യത്യസ്തമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്തവണ്ണമുള്ള ഒരു അന്തരീക്ഷം സൈഡിസവും ക്യാപിറ്റലിസവും ഒക്കെ കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സംഘപരിവാരൊക്കെ കൂടി ലോകത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതുവരെയൊക്കെ, പക്ഷെ ഇപ്പോ അൽഹംദുലില്ലാ ഈ ഇറാൻ, ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക, ഇതിൽ ആരാണ് നേതാവ്? ഇറാനാണോ പ്രശ്നം, ഇസ്രായേലാണോ പ്രശ്നം, അമേരിക്കയാണോ പ്രശ്നം എന്നുള്ളത്? യഥാർത്ഥത്തിൽ സയണിസമാണ് പ്രശ്നം. അമേരിക്കയെ നിയന്ത്രിക്കുന്നത് സയണിസമാണ്. ട്രംപ് പോലും അതിന്റെ ഇരയാണ്. നമ്മുടെ മോഡി അതിന്റെ ഇരയാണ് എന്നുള്ളത് നമ്മൾക്ക് ഉറച്ചു മനസ്സിലായിട്ടുണ്ട്. നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ, ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, അദ്ദേഹം ഇറാനക്രമം നടക്കണേന്റെ ആരും ബെഞ്ചമിൻ നെതന്യാഹുവിനെ നാട്ടിലുള്ള ഒരാളും ഇപ്പം വിളിക്കണില്ല. ആരെങ്കിലും വിളിക്കുന്ന നിങ്ങൾ കണ്ട് ഇങ്ങോട്ട് വാ, ഞങ്ങളൊന്ന് അനുഗ്രഹിക്കുക, അങ്ങ് പുണ്യാളനാണല്ലോ, മണവാളനാണല്ലോ, വിശുദ്ധനാണല്ലോ, ഈ നാട്ടിൽ വന്നൊന്ന് ഇരുന്നാല് ഞങ്ങളുടെ നാടിന് ഗുണം കിട്ടുമെന്ന് ബ്രിട്ടന് വേണ്ട, ഫ്രാൻസിന് വേണ്ട, സ്പെയിനിന് വേണ്ട, ഇറ്റലിക്ക് വേണ്ട, സാമ്രാജ്യത്വത്തിന്റെ പഴയ പടനായകന്മാരൊക്കെ തന്നെയും ഇന്നലകളിലെ ഈ പേപ്പട്ടിയെ ചൊറി പിടിച്ചവനെ പോലെ ആട്ടിപ്പറഞ്ഞയച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ആകെ 2 രാജ്യങ്ങളിലേക്ക് ഇയാൾ, ഇപ്പൊ ബാക്കി ചിലർ ആകാശം വിലക്കിയിട്ടുണ്ട്, ഇതിലെ പോയിക്കൂടാ, ഇയാൾ ഇതിലെ വരാനേ പറ്റില്ല. നോർവേ മുതൽ, അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക മുതൽ, അങ്ങ് കിടക്കുന്ന മൊസാംബിക്കയും കൊളംബിയയും അടക്കമുള്ള രാജ്യങ്ങളടക്കം ഞങ്ങളുടെ ആകാശത്തിന്റെ മേലെ കൂടെ ഈ ശൈത്താൻ, ഈ പിശാച്, ഈ മനുഷ്യദ്രോഹി, കുലദ്രോഹി, ലോകത്തിൽ അക്രമകാരിയായ ബെഞ്ചമിൻ നെതന്യാഹു, അതിന്റെ സംവിധാനങ്ങൾ വരാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അടുത്തേക്ക് ഓടുന്ന 2 ആളെ ലോകത്തുള്ളൂ. ഒന്ന് മിസ്റ്റർ ട്രംപ്, രണ്ടാമത്തെ നമ്മുടെ മഹാനായ പ്രധാനമന്ത്രി, സംഘപരിവാരത്തിന്റെ പ്രധാനമന്ത്രിയെ കുറിച്ച് പോലും ചർച്ച നടക്കണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണോ അതല്ല സംഘപരിവാരത്തിന്റെ പ്രധാനമന്ത്രിയാണോ? ഇസ്രായേൽ മുതൽ EVM മെഷീൻ അടക്കമുള്ള പ്രശ്നങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന പ്രധാനമന്ത്രിയല്ല അയാൾ, സംഘപരിവാരത്തിനെ പ്രതിനിധീകരിക്കുന്ന പ്രധാനമന്ത്രിയാണ്. വളരെ വംശീയവും സാമുദായികവും ജാതീയവും മതപരം എന്നതിന് പറയാൻ പറ്റില്ല. കാരണം ലോകത്തെ ഒരു മതങ്ങളും വളരെ അസാൻമാർഗികമായ സിദ്ധാന്തങ്ങളുമായി വന്നപ്പോഴല്ല. ഇബ്രാഹിം വ ഇസ്മായിൽ വ ഇസ്ഹാഖ് വ യാഖൂബ് അൽ അസ്ബാത്ത്
മൂസ വഈസ. ലോകത്തിലെ പ്രവാചകന്മാരൊക്കെ തന്നെയും ഒരേ പ്ലാറ്റ്ഫോമിലെ കളിക്കാരാണ്, ഒരേ ദർശനങ്ങളെ പ്രതിനിധീകരിച്ചവരാണ്, ഒരേ വേദഗ്രന്ഥങ്ങളുടെ ആശയങ്ങളുടെ ഫോർമാറ്റിൽ വന്നവരാണ്. ലോകത്ത് വന്നിട്ടുള്ള ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം മുഹമ്മദ് നബിയുടെ 500 വർഷം മുമ്പ് വന്ന ജീസസ് ക്രൈസ്റ്റ് ട്രംപ് പ്രതിനിധീകരിക്കുന്ന ഇസ്ലാമുമായിട്ട് വന്നവനല്ല. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധീകരിച്ച ക്രൈസ്തവതയുമായി വന്നവനല്ല. അതുപോലെ തന്നെ അതിന്റെ മുമ്പ് 500 വർഷം മുമ്പ് വന്നിട്ടുള്ള മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ യഹൂദ മതമല്ല. ആ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്ന തൗറാത്തിന്റെ വചനങ്ങളല്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഗതികൾ ഞാൻ പറഞ്ഞത് ആഴത്തിലുള്ള പഠനങ്ങളും സൂക്ഷ്മമായ വിശകലനങ്ങളും മതങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കണം. മതങ്ങളാണ് പ്രശ്നം, മതങ്ങൾ പ്രശ്നം തന്നെയാണ്. എന്താണ് മതങ്ങളുടെ പ്രശ്നത്തിന്റെ മർമ്മം? മതം എന്ന് പറയുന്നത് ഞാൻ കേവലാർത്ഥത്തിലല്ല പറയുന്നത്. ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, ആഘോഷങ്ങൾ, ആരാധനാകർമ്മങ്ങൾ, ഇതാണല്ലോ മതം എന്ന് പറയുന്നത്. ചരിത്രത്തിൽ പ്രവാചകന്മാർ അതിനുവേണ്ടി വന്നവരല്ല. ഒരു പ്രവാചകന്മാരും ആരാധന പഠിപ്പിക്കാനും അനുഷ്ഠാനം പഠിപ്പിക്കാനും ആഘോഷം പഠിപ്പിക്കാനും ആചാരം പഠിപ്പിക്കാനും ആണ് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാർ പള്ളിയിലും പള്ളി ദർശനം, ഞാൻ അതിനെ മോശപ്പെടുത്തിയിട്ട് പറയുന്ന വർത്താനല്ലാതെ, പള്ളി ഇസ്ലാമിൽ ബൈത്താണ്, അന്ന് നൽകുന്ന മഖാമ് നൽകുന്ന, അതുപോലെ തന്നെ മസാബത്താകുന്ന വീട് എന്നാണ് പള്ളിയെ കുറിച്ച് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. ഇന്ന അവ്വല ബൈത്തിൻ, ദുൽഖഅദ മാസമാണ്, ദുൽഹജ്ജ് മാസമാണ്, നമ്മൾ പോവുകയാണ് ഇബ്രാഹിം ചരിത്രത്തിന്റെ പിന്നാലെ. മില്ലത അബീകും ഇബ്രാഹിം, നിങ്ങളുടെ ലോകങ്ങളിലെ മുഴുവൻ മതസമൂഹങ്ങളുടെയും പ്രാപിതാവായ, ലോക നാഗരികതയിൽ നിലകൊള്ളുന്ന മതദർശനങ്ങളുടെ മുഴുവൻ ആദിമ പിതാവായ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീട് ഉണ്ടാക്കിയത്. സുന്നിക്ക് വേണ്ടിയല്ല, മുജാഹിദിന് വേണ്ടിയല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയല്ല, മുസ്ലിങ്ങൾക്ക് വേണ്ടിയല്ല, ഷിയാക്കൾക്ക് വേണ്ടിയല്ല, കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും ബിജെപിക്കാർക്കും വേണ്ടിയല്ല, തമിഴനും മുതല അതുപോലെ തന്നെ കന്നഡിയനും വേണ്ടിയല്ല, പാകിസ്ഥാനും അറബികൾക്കും വേണ്ടിയല്ല, ഖുറൈശികൾക്കും ഹാഷിം കുടുംബത്തിനും വേണ്ടിയല്ല. വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഭാഗമാണത്. ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭവനമാണ്, വീടാണ്. എന്താണ് അങ്ങനെ ഖുർആൻ വെക്കാനുള്ള കാരണം? ഒരു വീടെന്ന് പറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഏറ്റവും നല്ല സ്ഥലമാണ്. നിങ്ങളുടെ കടുത്ത കടന്നിറങ്ങുന്നത് നിങ്ങളുടെ ഉപ്പയാണ്, നിങ്ങളുടെ ഉമ്മയാണ്, നിങ്ങളുടെ ഇണയാണ്, നിങ്ങളുടെ മക്കളാണ്. നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ ചാരിത്രം, നിങ്ങളുടെ സമ്പത്ത് നശിപ്പിക്കപ്പെടില്ല വീട്ടിലിരിക്കുന്ന ഒരാളെ കൊണ്ടും. ഒരു വീടാണ് ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എല്ലാ മാറ്റങ്ങളിൽ നിന്ന് എന്ന് പറയുന്നത് പോലെ രാഷ്ട്രവും ലോകവും അടക്കം ഉണ്ടാകുന്നത് ഒരു വീട്ടിൽ നിന്നാണ്. ആ വീടിന്റെ മഹാപ്രതീകമാണ് ഒരു രാജ്യം എന്ന് പറയുന്നത്. ആ രാജ്യങ്ങൾ കൂടിയതാണ് ഭൂമി എന്ന് പറയുന്നത്. ഭൂമിയിലെ എല്ലാ മനുഷ്യരുടെയും എല്ലാ പ്രശ്നങ്ങളെയും അവർക്ക് മഖാമ്, മസാബത്ത്, അമ്ന്, അവർക്ക് നിർഭയത്വം എല്ലാം നൽകുന്നതിന് വേണ്ടിയാണ് ഈ പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത്. അമ്പലവും പള്ളിയും ചർച്ച വെക്കുന്ന അങ്ങനെയാ. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകണമെന്നില്ല. പള്ളി കാണുമ്പോൾ മുസ്ലിങ്ങൾ ഇഷ്ടംപോലെ പള്ളി ഉണ്ടാക്കുന്നുണ്ട്, സുന്ന മറ്റൊരു അമ്പലം ഉണ്ടാക്കുന്നുണ്ട്, ക്രൈസ്തവ ഇസ്രായേലത്തിലൊക്കെ പോയാൽ നിറച്ച് ചർച്ചകളാ, കുറെ പൂട്ടിയിട്ടതുണ്ട്, അമ്പലം അടിച്ചിട്ടും പൊളിച്ചിട്ടും ഒക്കെ. ഈ ഖിയാമത്ത് നാളിന്റെ അലാമത്ത് റസൂൽ പറഞ്ഞു കൊടുത്ത് പറയുന്നുണ്ട് പള്ളികൾ പെരുകുന്നു. ഈ മസീഹുദ്ദജാലായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ ലോകാവസാനമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ധാരാളം പ്രവചനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊക്കെ തന്നെയും റസൂൽ തിരുമേനി പറഞ്ഞിട്ടുള്ള ഏറ്റവും കിണറുകൾ പെരുകും, പള്ളികൾ പെരുകും, ആരാധനാലയങ്ങൾ പെരുകും, പാർട്ടി ഓഫീസുകൾ പെരുകും. എന്താണ് ഈ പെരുകുന്നതിന്റെ കാരണം? ഗ്രൂപ്പ് വഴക്ക്, ശൈഥില്യങ്ങൾ, ഭിന്നതകൾ, ശിഥിലീകരണങ്ങൾ, പരസ്പരമുള്ള തർക്കങ്ങളുടെ ഭാഗമായി ഇതൊക്കെ പെരുകും. ഇതിനല്ലാതെ മനുഷ്യർക്ക് വേണ്ടി എന്ന് പറയുന്ന രീതിയിൽ ഓരോ സംഘടനക്കും ഓരോ വ്യക്തിക്കും ഓരോ ഗ്രൂപ്പിനും എല്ലാവരും അങ്ങനെയാണെന്നൊന്നും ഈ പറഞ്ഞതിന് അർത്ഥമല്ല കേട്ടോ. ഇതിലൊക്കെ നിഷ്കളങ്കന്മാരും സത്യസന്ധതയുള്ളവരും ഇഖ്ലാസ് ഉള്ളവരും നല്ല ആത്മാർത്ഥമായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് പള്ളി എന്ന് പറയുന്നത് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ, ലോകത്തിനുള്ള സന്മാർഗ ദർശനമാണിത്. എന്തിലുള്ള സന്മാർഗ ദർശനം? മതത്തിലെ സന്മാർഗ ദർശനം, രാഷ്ട്രീയത്തിലെ സാമ്പത്തിക സന്മാർഗ ദർശനം, സമ്പത്തിലും സദാചാരത്തിലും കലയിലും സാഹിത്യത്തിലും വിദ്യാഭ്യാസത്തിലും ശാസ്ത്രത്തിലും പരിസ്ഥിതിയിലും കൃഷിയിലും എല്ലാ വിഷയത്തിലുമുള്ള സന്മാർഗ ദർശനമാണ് വഹുദൻ ലിൽ ആലമീൻ. പള്ളി എങ്ങനെ ആവണമെന്ന്, ആരാധനാലയങ്ങൾ എങ്ങനെ ആവണമെന്ന്. അമ്പലങ്ങൾക്ക്, അമ്പലം എന്ന് പറഞ്ഞാൽ അൻപിന്റെ ആലയം എന്നാട്ടോ അർത്ഥം. അൻപിന്റെ ആലയം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ വീട് എന്നാ. സംഘപരിവാര് കാക്കി ട്രൗസറൊക്കെ ഇട്ട് കുറുവടിയൊക്കെ എടുത്തിട്ട് മുസ്ലിങ്ങളെ നമ്മളല്ലാത്തവരെയൊക്കെ കൊല്ലണമെന്ന് അതിനുള്ള ഈ കുട്ടിയുടെ അടുത്ത് കൊടുക്കണത്. ഇവിടുത്തെ മദ്യഷാപ്പിനോ, ഇവിടുത്തെ പലിശ കച്ചവടത്തിനോ, ഇവിടുത്തെ കൈക്കൂലിക്കോ, ഇവിടുത്തെ പോക്സോ പ്രതിക്കോ, ഇവിടുത്തെ ഏതെങ്കിലും കള്ളത്തരങ്ങൾക്കോ
കാപട്യത്തിനെതിരെ RSS ഒരു സമരം നടത്തിയത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഈ പിഞ്ചുകുട്ടികളെ കൊണ്ടുപോയി ട്രൗസർ ഡീച്ച് കയ്യിൽ കുറുവടി കൊടുത്തിട്ട് കുത്തണം, കൊല്ലണം, അവനെ നിങ്ങൾ ഭേദ്യം ചെയ്യണം. അവസരം കിട്ടിയാൽ അവർ കാത്തിരിക്കുന്നു. എന്തിന്? നേരത്തെ പറഞ്ഞ അവസരം ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ്. അത്തരമൊരു അവസ്ഥയിലേക്ക് കേരളത്തിലെ ഇന്ത്യയിലെ സാഹചര്യങ്ങളെ കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, അവിടെ അൻപിന്റെ വീട്, അൻപ് എന്ന് പറഞ്ഞാൽ സ്നേഹം, ആലയം എന്ന് പറഞ്ഞാൽ വീട്, അൻപിന്റെ ആലയം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ വീടതാ, സ്നേഹത്തിന്റെ വീടാവണം. അറബിയിൽ ബൈത്ത്, മസ്ജിദ്, മസ്ജിദ് എന്ന് പറഞ്ഞാൽ പിന്നെ സുജൂദയുടെ സ്ഥലം, ആരാധനാലയം വെടിയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഖുർആനിൽ എവിടെയെങ്കിലും പേരുണ്ടോ? പള്ളിക്ക് കണ്ടിട്ടുണ്ടോ? സാഷ്ടാംഗം ചെയ്യുന്ന സ്ഥലം, സുജൂദ് ചെയ്യുന്ന സ്ഥലം. സുജൂദ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ മാത്രം അനുസരിക്കുന്നതിന്റെ, സൈനിസത്തിന് സുജൂദ് ചെയ്യുന്നതിനല്ല, ക്യാപിറ്റലിസത്തിന് സുജൂദ് ചെയ്യുന്നതിനല്ല, കമ്മ്യൂണിസത്തിനും ലിബറലിസത്തിനും അനാർക്കിസത്തിനും എത്തിസത്തിനും അതുപോലെ തന്നെ ഫാസിസത്തിനും നാസിസത്തിനും ഒന്നും സുജൂദ് ചെയ്യുന്നതല്ല. അള്ളാഹുവിന് വേണ്ടി മാത്രം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ള ദൈവത്തിന്, ഈശ്വരന്, അള്ളാഹുവിന്, കർത്താവിന് സുജൂദ് ചെയ്യുന്ന സ്ഥലം. ആരാധനാലയം എന്നല്ല ആ വാക്കിന്റെ അർത്ഥം. അനുസരണത്തിന്റെ, സമർപ്പണത്തിന്റെ, ത്യാഗത്തിന്റെ, സമ്മതത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും പ്രകടിപ്പിക്കുന്നത് പള്ളിയിലായിരിക്കണം. ആ പള്ളി എല്ലാവർക്കും വേണ്ടി ആയിരിക്കണം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പള്ളി ഉണ്ടാക്കി. ഇബ്രാഹിമുൽ ഖവായിദ്, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലാണ് ലോക മതങ്ങളുടെ മുഴുവൻ ചീർച്ചകൾ ചെന്നുമുട്ടുന്നത്. അതുകൊണ്ട് മതങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഹിന്ദുമതം പ്രശ്നമാണ്, ഹിന്ദുമതം പ്രശ്നമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വളരെ രസകരമായൊരു സംഗതിയാണ്. നിങ്ങള് തൂഫാനുൽ അഖ്സ ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ ആദ്യം, ഹമാസ് നടത്തിയിട്ടുള്ള. ശരിക്കും ഇന്നത്തെ ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് അടക്കമുള്ള ട്രംപടക്കം രംഗത്തിലേക്ക് കടന്നു വരാനുള്ള നിർണായകമായ കാരണം തൂഫാനുൽ അഖ്സ. അതിന്റെ തൊട്ട് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ ഇന്ത്യയിൽ ഒരു സമ്മേളനം നടന്നിരുന്നു, G7, G20, 20ഓളം മുതലാളി രാജ്യങ്ങൾ കൂടിയിട്ടുള്ള ഒരു വലിയ യോഗം. നമ്മുടെ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ സൽമാനും മുഹമ്മദ് ബിൻ സായിദും അതുപോലെ തന്നെ നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹുവും എന്താണ് ഈജിപ്തിന്റെ സിസിയും അങ്ങനെ തുടങ്ങിയിട്ട് ഒരു ഭയങ്കര ടീം. ആ ടീം ഇരുന്നിട്ട് ഒരു പരിപാടി തയ്യാറാക്കി. ആ പരിപാടി എന്താണെന്ന് അറിയാം നിങ്ങൾ? ഈ എന്താണ് ഖത്തർ അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ പല പ്രദേശങ്ങളെ ഒഴിവാക്കിയിട്ട് UAEയും ഇസ്രായേലും ഈജിപ്തും അതിലേക്ക് സൗദിയെ കൂടി വലിച്ചു കെട്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് തുടങ്ങുന്ന വലിയ ഒരു പാത, ഒരു രാജപാത എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ഇവരുടെ താല്പര്യത്തിന് വിരുദ്ധമായ. ഞാനിപ്പോ ഈ അടുത്ത് ChatGPTയിൽ ഒരു ചോദ്യം ചോദിച്ചു, ഇസ്രായേലിലും അമേരിക്കെങ്ങാനും ഇസ്രായേലിനെ ആക്രമിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അമേരിക്കയിലെ അടുത്ത് നടക്കൂട്ടോ? നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇനി യഹൂദന്മാർക്ക് കൂട്ട വംശഹത്യ വരാൻ പോണത് അമേരിക്കയിലായിരിക്കും? നിങ്ങളെ ഒരു പ്രവചനം പോലെ അതെടുത്തോ. കാരണം അമേരിക്കയിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നെറികേടുകൾ, സെക്സ് പോണോഗ്രാഫി മുതൽ മീഡിയ രംഗത്തെ കാപട്യങ്ങൾ മുതൽ അമേരിക്കയുടെ രഹസ്യങ്ങളെ അടക്കം ചോർത്തി എന്തുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റുമാർ വീട് കൊടുക്കേണ്ടി വരുന്നു? കേരളത്തിലെ പിണറായിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ, സംഘപരിവാർ പറയണ കേൾക്കല്ലാതെ വഴിയില്ലാതെ. ഇന്ത്യയിലെ ഏത് സർക്കാർ ഭരിച്ചാലും RSSന് വിധേയപ്പെട്ടിട്ട് ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ജനാധിപത്യ സെക്യുലറിസം സോഷ്യലിസം ആനജേനൊന്നുമല്ല നടക്കുക, മറിച്ച് RSSന്റെ ഉദ്യോഗസ്ഥന്മാർ. കാരണം RSS വൈറസ് പോലെ, ക്യാൻസർ പോലെ ഈ രാജ്യത്തിന്റെ മർമ്മങ്ങളിലൊക്കെ പിടിമുറുക്കിയിട്ടുണ്ട്. അത് കുറവുണ്ടായിരുന്ന കേരളത്തിലാണ്. കേരളത്തിൽ 30, 40, 60% വരെ നമ്മൾ കാണുന്നുണ്ടല്ലോ. IG ശ്രീരേഖ, സെൻകുമാർ, അതുപോലെ തന്നെ ബഹ്റ പല സാധനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ആർക്ക് വേണ്ടി പണിയെടുക്കുന്നവരാ? ഇവർ ആരുടെ ഏജന്റുമാരാണ്? ഇവരെങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുക? അതുകൊണ്ട് സംഘപരിവാരത്തിനെ തടഞ്ഞിട്ട് കോൺഗ്രസിനോ CPM-നോ ഇന്ത്യയിലെ വൻകിട പാർട്ടികൾക്കൊന്നും അവസാനപ്പാ നിതീഷ് കുമാറൊക്കെ ചെയ്തിട്ടില്ല. ഞങ്ങള് ആ ഭരണക്കടുത്ത് മൂപ്പര് JDU ഭരണപ്പം BJP ഏൽപ്പിച്ചു കൊടുത്ത മൂപ്പര് പോവാണല്ലോ കിടക്കാൻ. ഇന്ത്യയിലെ മിക്ക രാഷ്ട്രീയ പാർട്ടികൾ കുഞ്ഞെടുക്കാനുള്ള പണിയതാ. വളരെ സുന്ദരമായി പരവതാനി വിരിക്കുക. ആർക്ക്? സംഘപരിവാരത്തിന്. വിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു വിരിപ്പിക്കട്ടോ. അതാണ് ചദ്ദ, വിക്രം ചദ്ദ. നമ്മൾ അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി പിളർപ്പിലേക്കാണ് എന്നുള്ള വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ED വരെയാണ്. കാരണം ED ഇവിടെ അഴിമതി നടത്താത്ത ഒരൊറ്റ സംഘമുള്ളൂ, അത് RSSകാരാ, BJP-ക്കാരാ. എന്തൊരു സത്യസന്ധമാരാന്ന് അറിയാം നിങ്ങള്. അവര് ഹരിശ്ചന്ദ്രനെ പോലെ, ശ്രീരാമകൃഷ്ണന്മാരെ പോലെ, മുഹമ്മദ് നബിയെ പോലെ ഇത്രയും സത്യസന്ധന്മാരായ ഒരു കൂട്ടറെ ഇനി നമുക്ക് ഇന്ത്യയിൽ വേറെ കിട്ടാനില്ല. ഒരു അഴിമതി അവർ നടത്തില്ല. അതുകൊണ്ട് അവിടേക്ക് ED പോവേ, അവരെ വേട്ടയാട്, അവരുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കേ, എന്നിട്ട് അവർക്കെന്തോ പ്രശ്നമുണ്ട് എന്ന് പറയുക ചെയ്യണം. ഒരു ഉലമാലും ഇന്ത്യ രാജ്യത്തുകൾ കേൾക്കാൻ അത്രയും വിശുദ്ധ പുണ്യാള വിശുദ്ധ പശുക്കളാണ് RSSും BJP എന്ന് പറയുന്നത്. അല്ലാത്തവന്റെ അടുത്ത് കാള് വരും, ED വരും. ആം ആദ്മി പാർട്ടിയുടെ 2ാമത്തെ നിയമസഭ പാർലമെന്റ് മേധാവിയായി തെരഞ്ഞെടുത്ത നേതാവിന് സ്ഥാപനമുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഞാൻ 4 ദിവസം മുമ്പ് ED ചെന്നു. അയാളെന്ന് നേരെ BJP-യിലേക്ക് ഞാൻ പോവാണ്. സത്യസന്ധന്മാരുടെ പാർട്ടിയിലേക്ക് പോകുന്നവരെ കള്ളന്മാരുടെ പാർട്ടിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ പോവാണ്. വരിയായിട്ട് ഓരോ നേതാക്കന്മാർ
നേതാക്കന്മാരും എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി പോയത്, ബാക്കിയുള്ളവരെ പോയതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട, മീഡിയ എന്തുകൊണ്ട് കൊടലൂതിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പഠിച്ചാൽ സംഭവിച്ചു പോയിട്ടുള്ള പിശകുകളോ വലിയ ഭാവങ്ങളോ ഒക്കെ സംഘപരിവാരത്തിന് RSSന് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിനുള്ള ഉപകരണമായിട്ട് ഞാൻ പറഞ്ഞത് എന്നതുപോലെയാണ് അവിടെ അമേരിക്കയില് ഏത് പ്രസിഡന്റുമാര് വന്നാലും ശരി, ഇതിനെ മറുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യാൻ ഇവർക്ക് കഴിയില്ല. സയനിസ്റ്റുകൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന്റെ സയനിസത്തെ ഇസ്രായേലിലൊന്നും അല്ല കാര്യങ്ങൾ തീരുമാനിക്കണത്. കാരണമല്ലോ ഇസ്രായേലിന് എപ്പോഴും എന്ത് വേണം, ഒരു കഴുത വേണം പോകണമെങ്കിൽ. കഴുതപ്പുറത്ത് ഇരുന്നിട്ട് ഈ പണ്ട് നമ്മുടെ ദാവൂദ് സാഹിബ് ഉണ്ട്, മീഡിയ വണ്ടിലെ ചീഫ് എഡിറ്റർ, അദ്ദേഹം ഈ ഫലസ്തീൻ ഹമാസ് ഭരിച്ച സമയത്ത് കാണാൻ പോയിരുന്നു. അന്ന് ഇസ്മായിൽ ഹനിയെ, ഇറാനിൽ വെച്ച് വധിക്കപ്പെട്ട ഇസ്മായിൽ ഹനിയെ, രക്തസാക്ഷിയായ ഇസ്മായിൽ ഹനിയുണ്ട്, അദ്ദേഹമാണ് അന്ന് അവിടുത്തെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹവുമായിട്ട് ഖാലിദ് മിഷേൽ ഇപ്പോഴും, ഖാലിദ് മിഷേലിനോട് ഇസ്മായിൽ ഹനിയെ രണ്ടിലൊരാളോട് അന്നത്തെ പ്രധാനമന്ത്രിയും ഇദ്ദേഹം സംഭാഷണം നടത്തുന്നുണ്ട്. 2010-ലോ 2005-ലോ ഒക്കെയാണ് ഈ സംഭവം നടക്കുന്നത്. ആ സമയത്ത് ഖാലിദ് മിഷേലോ ഇസ്മായിൽ ഹനിയെയോ ദാവൂദ് സാഹിബിനോട് പങ്കുവെക്കുന്നുണ്ട്, ഇസ്രായേലിന് എപ്പോഴും ഒരു കഴുതമാണ്, അതൊറ്റ അള്ളാന്റെ കയറും ജനങ്ങളെ കയറും. അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ ഇല്ല, അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ ഇല്ല. ബോർഡ് എന്ന് പറയുന്ന സാധനം ഉറപ്പ്, ഒരു സംശയം നിങ്ങൾ വെക്കേണ്ട കാര്യമില്ല. സ്വന്തം നിലക്ക് അതിന് നിൽക്കാൻ പറ്റില്ല. അതാണ് ഹബിലും മിനന്നാസ്. ഏതെങ്കിലും ജനങ്ങളുടെ ഫാസിസത്തിന്റെ, നാസിസത്തിന്റെ, കമ്മ്യൂണിസത്തിന്റെ, ലിബറലിസത്തിന്റെ, അതുപോലെ തന്നെ ക്യാപിറ്റലിസത്തിന്റെ, അൾട്രാ സെക്യുലറിസത്തിന്റെ പലതിന്റെയും കയറിൽ തൂങ്ങിയിട്ടാണ് ആര് നിൽക്കുന്നത്? ഇസ്രായേൽ നിൽക്കുന്നത്. അപ്പൊ ഇസ്രായേലിന് പണ്ട് റഷ്യ വേണമായിരുന്നു, പിന്നെ ബ്രിട്ടനായിരുന്നു, ഇപ്പൊ അമേരിക്കയാണ്. അത് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് അന്ന് അമേരിക്കന്റെ പുറത്തായിരുന്നു, ഇപ്പൊ ഒരു കാലം അമേരിക്കന്റെ പുറത്ത് നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ ഒരു കാലം ഇട്ടിട്ടുള്ളത് എവിടേക്കാണ്? ഇന്ത്യന്റെ പുറത്താണ് വെച്ചിട്ടുള്ളത്. അന്ന് നരസിംഹറാവുവിന്റെ ഒക്കെ കാല, കോൺഗ്രസ്സുകാരനായ നരസിംഹറാവു ഇന്ത്യ ഭരിക്കുന്ന കാലാണ്. ആദ്യമായിട്ട് ഇസ്രായേലിന്റെ എംബസി തുറക്കാൻ അനുമതി കിട്ടുകയും അതുവരെ ഇസ്രായേൽ എന്ന് പറയുന്നത് അവിശുദ്ധ രാഷ്ട്രമാണെന്നും എന്താ പറയാ അസ്പൃശ്യ രാഷ്ട്രമാണെന്നും വിശുദ്ധിവർക്ക് ഒരു രാഷ്ട്രത്തിന്റെ സ്ഥാനം കൊടുക്കാൻ അർഹതപ്പെട്ടതല്ലെന്നും പ്രഖ്യാപിച്ച ഇസ്രായേലിന് ആദ്യത്തെ അംഗീകാരം ഇന്ത്യ കൊടുക്കുന്നത് നരസിംഹറാവുവിന്റെ കാലത്ത് തുറന്നു കൊടുത്തു. ഇന്ത്യന്റെ പുറത്തേക്ക് കാല് വെച്ച്. ഇനി ഇപ്പൊ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലോ, ChatGPT ചോദിച്ചു അമേരിക്കയിൽ ഒരു യഹൂദ ഉന്മൂലന പ്രക്രിയ നടന്നാൽ, അപ്പോ ChatGPT രസകരമായിട്ട് മറുപടി പറഞ്ഞേ അങ്ങനെയൊന്നും നടക്കൂല. ഇനി അഥവാ നടക്കുകയാണെങ്കിൽ അപ്പൊ ഞാൻ ചോദിച്ചു ഇന്ന ആരൊക്കെയാണ് പിന്നെ ഇസ്രായേൽ എവിടേക്കാണ് പോവുക? ആരായിരിക്കും ഇസ്രായേലിന്റെ മികച്ച പങ്കാളികൾ? 3 രാജ്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് ഇന്ത്യ, രണ്ടാമത്തത് UAE, മൂന്നാമത്തത് ജർമ്മനി. കാനഡയെ കുറിച്ച് പറയുന്നുണ്ട്. അത് രാഷ്ട്രീയ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് ആരായിരിക്കും ഇസ്രായേലിന്റെ മികച്ച പങ്കാളി? മുസ്ലിം രാജ്യമാണെന്ന് പറയുന്ന UAE, അത് ഇസ്ലാമികമാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഹൈന്ദവ, വാൽമീകി, രാമൻ, കൃഷ്ണൻ, ഋഗ്വേദം, ഉപനിഷത്ത്, ശ്രുതി, സ്മൃതി, ഗീത, ഭാഗവതം, രാമായണം എന്നൊക്കെ പറഞ്ഞിട്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തോ വസുദൈവ കുടുംബകം എന്നൊക്കെ പറയുന്ന ഇന്ത്യ ലോകത്തിലെ ഏറ്റവും നെറികെട്ട പേപിടിച്ച പട്ടിയെ പോലെ പൈശാചിക രാഷ്ട്രമായ ഇസ്രായേലില് ഏറ്റവും മികച്ച സപ്പോർട്ട് കൊടുക്കുന്ന രാജ്യമായിട്ട് സംഘപരിവാർ മാറും എന്ന് ഇവരെ പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ തരങ്ങള് ഈ 5 രാജ്യങ്ങൾ എടുത്ത് പരിശോധിച്ചു കൊണ്ടു. ആരാണ് ഇന്ത്യ? ഹിന്ദു. നമ്മുടെ നരേന്ദ്രമോദി ഹിന്ദുവാണ്, അമിത്ഷാ ഹിന്ദുവാണ്. ഹൈന്ദവതയുടെ അടിസ്ഥാനം അതിന്റെ മറവിലും ഒളിവിലും ചെലവിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് അവിശുദ്ധമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്താൻ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും മുതൽ ബുദ്ധജൈനന്മാരെ അടക്കം കൂട്ടുപിടിച്ചുകൊണ്ട് അപകടകരമായി. അതാണോ ഹൈന്ദവത? ഇതിനാണോ നമ്മുടെ ഹൈന്ദവത എന്ന് പറയുന്നത്? അപ്പുറത്ത് പിന്നാരാ? UAE. അള്ളാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ അല്ലാഹു അക്ബർ എന്നാണ് പറയുന്നത്. മൂപ്പർക്ക് അല്ലാഹു അക്ബർ അല്ല, ഇസ്രായേലാണ് ഏറ്റവും വലുത്. ഇസ്രായേൽ ലോക രാജ്യങ്ങളിൽ തന്നെ ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ഇറക്കിയിട്ടുള്ള പ്രദേശമാണ് UAE എന്നാണോ? ഞാൻ പണ്ട് UAE-നെ കുറിച്ച് നമുക്കൊന്നും അറിയില്ലായിരുന്നു. UAE എങ്ങനെ വളർന്നതെന്ന്. അതിന് ഓയിലൊന്നുമില്ല, എണ്ണയൊന്നുമില്ല. അത് പണ്ട് യാചകന്മാരെ പോലെ നടക്കേണ്ട ഒരു രാജ്യം. പിന്നെ എങ്ങനെ തടിച്ചു വീഴ്ത്ത് ചീർത്ത് കൊടുത്തത്? ബ്രിട്ടനെ പോലെ, ഫ്രാൻസിനെ പോലെ, ജർമ്മനിയെ പോലെയൊക്കെ പെട്ടെന്ന് UAE തടിക്കുന്നത്. അതിന് കള്ളപ്പണം വരണം, വെള്ളപ്പണം വരണം. കള്ളപ്പണം വെള്ളപ്പണം എവിടുന്ന് വരണം? ലോകത്തെ ഏറ്റവും കൂടുതൽ കള്ളപ്പണവും വെള്ളപ്പണം ഉള്ളത് ആരെടുത്താൽ അറിയാം നിങ്ങള്? ലോകത്തിലെ 90% ബാങ്കിങ്ങും നിയന്ത്രിക്കുന്നത് യഹൂദന്മാരാണ്, സയനിസ്റ്റുകളാണ്. യൂറോപ്പ് കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ അമേരിക്ക കേന്ദ്രീകരിച്ചും മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചും ഒക്കെ. എന്താണെങ്കിലും ഒരു രസകരമായ ഒരു വർത്തമാനം അതിന്റെ ഇടയിൽ കേട്ടു. നമ്മുടെ താലിബാൻ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. സമ്പദ്ഘടനയിൽ നിന്ന് പലിശയെ ഒഴിവാക്കാൻ പോകുന്നു, ബാങ്കിൽ നിന്ന് പലിശയെ ഒഴിവാക്കാൻ പോകുന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് ഭീകരന്മാരായിരുന്ന ഇന്നത്തെ ഒരു ബഹുമാനവും ലഭിച്ചിട്ട്
ഇല്ലാത്ത ആ സംഘം ഇന്നലെ വിരിഞ്ഞാണ് പ്രസ്താവന നടത്തി, ഇനി അഫ്ഗാനിസ്ഥാനിൽ നടക്കൂലെന്ന്. അഫ്ഗാനിസ്ഥാൻ ഒരു ചുട്ടിലൊടുക്കൽ രാഷ്ട്രമാണ്. അതിന് സ്വന്തം നില കെടിയിച്ച് കാനുള്ള ശേഷിയൊന്നുമില്ല. ഇതിനെ കെടിയിച്ച് നിൽക്കാൻ പറ്റുന്ന സൗദി, അതുപോലെ തന്നെ കുവൈത്ത്, ഖത്തർ, ജസീറത്തുൽ അറബ്, അതുപോലെ തന്നെ ആഫ്രിക്കയിലെ മുസ്ലിം രാജ്യങ്ങൾ ഏതെങ്കിലും ഒന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? പലിശക്കെതിരെ പലിശയില്ലാത്ത സമ്പദ്ഘടന വന്നാൽ അന്ന് വീടും ഇസ്രായേൽ. അറിയോ നിങ്ങൾക്ക്? ലോകത്തിൽ അതിന്റെ ഏറ്റവും വലിയ കച്ചവടം ഒന്ന് പലിശ കച്ചവടമാണ്, രണ്ടാമത്തത് ആയുധ കച്ചവടമാണ്, മൂന്നാമത്തത് സെക്സ് മോണോഗ്രാഫിയാണ്. നമ്മൾ മനസ്സിലാക്കണം, ആ രാജ്യം നിലനിൽക്കുന്നത്, ആ രാജ്യത്തിന്റെ സമ്പദ്ഘടന. അതുകൊണ്ട് പണം എറിഞ്ഞിട്ടാണ് പിന്നെ അവരൊക്കെ നടത്തുക. എവിടെ വന്നാലും ഒരു പണത്തിന്റെ തട്ടിപ്പ്, വെട്ടിപ്പ്, ചതി, കള്ളക്കടത്ത്, കൈക്കൂലി, പലിശ, കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, സമ്പദ്ഘടനയുടെ എല്ലാ അവിശുദ്ധ പ്രവർത്തനങ്ങളും നടത്തിയാണ് ഇസ്രായേൽ സയണിസം ലോക സമ്പദ്ഘടനയെ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ആ ഇസ്രായേലിന്റെ പൈസ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയിട്ടുള്ള ഭാഗങ്ങളിൽ ഒന്നാണ് UAE എന്നാണ് പറയും. ഈ ഇന്ത്യയിൽ വരും. ഈ അദാനിയൊക്കെ പൈസ ഇറക്കുന്നത് പോലും ഓരതാണെന്ന് അള്ളാഹു ആയാലും നമുക്കറിയില്ല. കാരണം മൂപ്പർ അവിടെ വാങ്ങണ, ഇവിടെ വാങ്ങണ, ഇപ്പുറത്തെ വാങ്ങണ, അപ്പുറത്തെ വാങ്ങണ, അങ്ങേപ്പുറത്തെ വാങ്ങണ. ഇപ്പൊ അങ്ങനെയാണ് ഇസ്രായേൽ. നമ്മുടെ ഈ പഴയ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ട്, ഇത് യഹൂദന്മാരുടെ കമ്പനിയായിരുന്നു. അറിയോ നിങ്ങൾക്ക്? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് കുടുംബങ്ങളിൽ ഒന്നാണ് റോത്ത്സൈൽഡ് ഫാമിലി എന്ന് പറയുന്നത്. ആ റോത്ത്സൈൽഡ് ഫാമിലി ആയിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ മൂലധനം ഇറക്കിയിട്ടുള്ള സംഘം എന്ന് പറയുന്നത്. അത് അങ്ങനെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. ഇന്ത്യയെ വിഭജിച്ചത് ആരാണ്? ഇന്ത്യയെ തകർത്തത് ആരാണ്? എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിലേക്ക് അധിനിവേശം? വെറും കേവലം സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, തുർക്കിയെ, മിഡിൽ ഈസ്റ്റിനെ, ഇന്ത്യയെ. കാരണം അന്നത്തെ മുസ്ലിം ലോകത്ത് ആധിപത്യമുള്ള മുസ്ലിം സംവിധാനങ്ങളായിരുന്നു. ഒന്ന് തുർക്കി, രണ്ടാമത്തത് മിഡിൽ ഈസ്റ്റ്, മൂന്നാമത്തത് ലോകത്തിലെ തന്നെ മികച്ച സാമൂഹിക വലിയ രാജ്യങ്ങളിലൊന്നായിരുന്നു ഇന്ത്യ. ലോക GDP-യുടെ 34-24% ഔറംഗസീബിന്റെ ഇന്ത്യ എന്നൊക്കെ പറയുന്നത് സമ്പദ്ഘടനയിലേക്ക് വളർന്നു വന്ന, അതും പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യയും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഇന്ത്യ. അതുകൊണ്ട് സംഘപരിവാർ ഇപ്പൊ കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെ കേരള സ്റ്റോറി വരുന്നത് പോലെ ഇന്ത്യൻ മുസ്ലിമിനെ തകർക്കേണ്ടത് സയണിസത്തിന്റെ ദീർഘകാല പ്രൊജക്ടിന് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന വിശുദ്ധ പുണ്യാളനും റെപ്രസെന്റേറ്റീവും എക്കണോമിക്കൽ ഏജന്റും ഒക്കെയായി മുതലാളിത്ത ക്യാപിറ്റൽ മൂലധന മേധാവിയായി ഇന്ത്യയിൽ കടന്നു വന്ന് സംഘപരിവാരത്തിനടക്കം RSS അടക്കം സിയോണിസത്തിന്റെ സന്തതിയാ. എവിടുന്ന് വന്നു, എങ്ങനെ വന്നു? കാരണം പിന്നീട് അത് നടത്തിയതൊക്കെ സിയോണിസത്തിന് പറ്റുന്ന പണികളാ. ഈ രാജ്യത്തിന്റെ വിഭജനം മുതൽ, ബാബരി മസ്ജിദ് തകർക്കുന്നത് മുതൽ, ഗാന്ധിയുടെ വെടിവെപ്പ് മുതൽ, ഈ രാജ്യത്ത് നടക്കുന്ന വർഗീയ കലാപങ്ങൾ മുതൽ, ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പിലൂടെ ജയിക്കൂലെന്ന് RSSന് അറിയാം. എന്താ കാരണം അറിയോ? ഇന്ത്യയിലെ ന്യൂനപക്ഷ മുസ്ലിങ്ങൾ ഒരു നിലക്കും വിലക്കെടുക്കാൻ പറ്റാത്തൊരു ടീമാ. കിട്ടിയിട്ടില്ല വല്ലാതെ ഒന്നും. അല്ലറ ചില്ലറ ആള് പോയിട്ടില്ല എന്നൊന്നുമല്ല, വ്യക്തികളോ സംഘങ്ങളൊക്കെ പക്ഷെ വളരെ കുറവാ. പല സമുദായങ്ങളും സ്വയം വിറ്റഴിഞ്ഞ് അതിന്റെ കിടപ്പറയിൽ കയറി സംഘപരിവാരത്തിന്റെ കൂടെ കിടപ്പറ പങ്കിട്ടപ്പോഴും അതിലേക്ക് കയറിപ്പോകാത്ത 2 സംഘങ്ങളെ ഉള്ള ലോകത്ത്. ഒന്ന് ലല്ലു പ്രസാദിന്റെ സംഘടനയാണ്, പാർട്ടിന്റെ പേര് ഞാൻ പറഞ്ഞു, തമിഴ്നാട് UP-യിലെ സംഘപരിവാരമായിട്ട് ഒരു അലയൻസ് ഉണ്ടാക്കാത്ത ഇന്ത്യയിലെ DMK, ADMK, CPM, എല്ലാ പാർട്ടികളും. കോൺഗ്രസ് പോയിട്ടില്ല, പക്ഷെ കോൺഗ്രസിന്റെ ഉള്ളിലേക്കാണ് കയറാ ചെയ്തത്. കോൺഗ്രസിന്റെ ശരീരത്തിലേക്ക് RSS നേരെയാണ് കയറിയേക്കായിരുന്നു ആദ്യം മുതൽ. ഇപ്പൊ രാഹുൽ ഗാന്ധി അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് വളരെ മനോഹരമായിട്ട്. ചിലപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ RSSനെ കൃത്യമായിട്ട് ആക്രമിക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടെങ്കിൽ അത് മിസ്റ്റർ രാഹുൽ ഗാന്ധി ആയിരിക്കും. കോൺഗ്രസ്സുകാരെ മൊത്തം അവിടെ എത്തിക്കണമെന്ന് എനിക്കറിയില്ല, പക്ഷേ രാഹുൽ ഗാന്ധി യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ, ഒരു ദയയുമില്ലാതെ, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അമ്മക്കെതിരെ കൊടുക്കാത്ത കേസൊന്നുമില്ല. ഇനിയിപ്പോ പൗരത്വം പരിശോധിക്കണം എന്ന് പറഞ്ഞ കേസ് കൊടുത്തിട്ടുണ്ട്. കാരണം പൊറുതി വിട്ടിട്ട് അവസാനം സ്ത്രീകളെ ബില്ല് കൊണ്ടുവന്ന് അതിനെ കൈകാര്യം ചെയ്ത് അവിടെ അടക്കം രാഹുൽ ഗാന്ധിയെ കൊണ്ട് പൊറുതി വിട്ട്. ഞാൻ പറഞ്ഞത് എല്ലാ രംഗത്തും, എല്ലാ സംഘടനകളും, പക്ഷെ ഇങ്ങനെ വഴങ്ങിക്കൊടുക്കാത്ത ഒരു സംഖ്യയുള്ളൂ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ. ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ വോട്ട് സുതാര്യമായി സത്യസന്ധമായി വിനിമയം ചെയ്യപ്പെട്ടാൽ, നമ്മൾ പറയലുണ്ട് RSSന് ഒരു ധൈര്യമില്ലത് ഒരു ഭീരു സംഘ. ഇതിന് ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട പണി എന്താ? മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ നിങ്ങൾ അനുവാദം കൊടുക്കൂല. അപ്പൊ അങ്ങനെ ഉണ്ട്. ഇസ്രായേലിലെ വോട്ടിങ്ങിൽ അവിടുത്തെ അറബികൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. 2ാം കിട പൗരന്മാരാണ്, 3ാം കിട പൗരന്മാരാണ്. എന്നിട്ട് സോഷ്യൽ രാഷ്ട്രമാണ്, സെക്യുലർ രാഷ്ട്രമാണ്, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റി ഉള്ള രാഷ്ട്രമാണ്. മിഡിൽ ഈസ്റ്റിലെ ഡെമോക്രസി പുലരുന്ന രാജ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സോഫ്റ്റ് പവർ മീഡിയയും സിനിമാ സംവിധാനങ്ങളും നോവലിസ്റ്റുകളും ബുദ്ധിജീവികളും ഒക്കെ വളരെ മനോഹരമായിട്ട് എഴുതും. എന്തിനാണെന്നറിയോ നിങ്ങൾ? അവർക്കറിയാം അധികാരത്തിന്റെ അകത്തലങ്ങളിൽ പങ്കാളിത്തം കിട്ടിയാൽ ഈ സയണിസത്തിന്റെ കുറുക്കുവഴികളും അതിന്റെ കാപട്യങ്ങളും കള്ളത്തരങ്ങളും ഒക്കെ പുറത്തെയാടും എന്നതുപോലെ ഇന്ത്യയിലെ സംഘപരിവാരത്തിന് ആകെ കൂടി പേടിയുള്ള മുസ്ലിങ്ങളെ. അപ്പൊ പിന്നെ എന്ത് ചെയ്തു? EVM മെഷീനിൽ കളിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ചാരസംഘം മൊസാദ്
മൊസാദ് മാത്ര. മൊസാദ് തീരുമാനിച്ചാലാണ് പേജറൊക്കെ പൊട്ടിച്ച് നിങ്ങൾ കണ്ടില്ലേ? ആ ഹിസ്ബുള്ള, ആ ലബനാനിലെ സംഘം, ഏറ്റവും മനോഹരമായി ഇസ്രായേലിനെ ചെറുത്ത് നിൽക്കുന്ന സംഘങ്ങളിലൊന്നാണ് ഹിസ്ബുള്ള. ആ ഹിസ്ബുള്ളയുടെ നേതാക്കന്മാർക്കൊക്കെ പോളണ്ടെന്ന് വാങ്ങിയ പേജർ കൊണ്ടേട്ട് ഓലക്ക തുറന്നുകൊണ്ട് പൊട്ടുകയാണ്. അപ്പൊ നിങ്ങളെന്താ മനസ്സിലാക്കി? നിങ്ങളെ ഫോൺ നിങ്ങൾ വാങ്ങിയാൽ നിങ്ങളെ പൊട്ടിക്കണം എന്ന് വിചാരിച്ച മൊസാദ് പൊട്ടിക്കും. മൊസാദിന് കൂട്ടുനിൽക്കാൻ സംഘപരിവാരം ഉണ്ടാകും, RSS ഉണ്ടാകും. അങ്ങനെയാണ് EVM മെഷീൻ എന്നാ പറയുന്നത്. ഇന്നലെ അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറിയോ രഹസ്യാന്വേഷണ തലവനോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മൊബൈല് പിന്നിൽ നിന്ന് ഒരാൾക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിയന്ത്രണമില്ലാത്ത ഒരു സന്ദേശം അതിലേക്ക് എത്തിക്കാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ EVM മെഷീനെയും അങ്ങനെ ചെയ്യാം. അതൊരു ഇലക്ട്രോണിക് ഉപകരണമാണ്, അതൊരു ഇലക്ട്രോണിക് ഉപകരണമാണ്. അതുകൊണ്ട് തോറ്റു തുന്നം പാടുക. മുസ്ലിം വോട്ടുകൾ ഇങ്ങനെയാകും എന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ വമ്പിച്ച തിരിച്ചടി നേരിട്ട സംഘപരിവാരം അവസാന മുസ്ലിങ്ങളുടെ പൗരത്വവും അവരുടെ വോട്ടവകാശവും ഒരേ സമയം രണ്ടു പക്ഷിയെ വീഴ്ത്തി വെടിവെച്ചിട്ട് തകർക്കാൻ പറ്റുന്ന CAR-ഉം NRC-യും വോട്ടിംഗ് പരിശോധനയും ഒക്കെ ആയിട്ട് നമ്മുടെ മുമ്പിൽ വരുമോ? ഇതൊക്കെ മൊസാദിന്റെ പദ്ധതിയാണ്. ഇതാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും RSS അതിനാത്രം ബുദ്ധിയുള്ള പ്രസ്ഥാനമൊന്നുമല്ല. ചരിത്രത്തിൽ അത് അത്രമാത്രം ബുദ്ധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. മറിച്ച് അതിനെ നിർമ്മിച്ചതും അതിനെ എടുത്തതും ഒക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ 5-6 രാജ്യങ്ങൾ മതത്തെ പ്രതിനിധീകരിക്കുന്നവർ എന്ന് പറയുന്ന, ഹൈന്ദവതയെ പ്രതിനിധീകരിക്കുന്ന ട്രംപ്, ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന UAE, അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ സൽമാൻ, സീസി, അതുപോലെ മൂസാമദ് നബിയുടെ മതത്തെ പ്രതിനിധീകരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു, അപ്പുറത്ത് ക്രൈസ്തവ മതത്തെ യേശുവിനെ പ്രതിനിധീകരിക്കുന്ന ട്രംപ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവരുടെ കയ്യത്തിലെ മതത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും അതാണ് മതമെന്ന് നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്താൽ കംസന്റെയും രാവണന്റെയും ഫറോവയുടെയും അതുപോലെ തന്നെ ചരിത്രത്തിലെ ഹിംസാത്മകമായ മതങ്ങളെയാണ് മതം എന്ന് പറഞ്ഞ അഭിപ്രായം ഇവർ പ്രതിനിധീകരിക്കുന്നത്. അതിനപ്പുറമുള്ള ഒരു മതമുണ്ട്. രാമന്റെ മതം, കൃഷ്ണന്റെ മതം, മുഹമ്മദ് നബിയുടെ മതം, അബ്രഹാമിന്റെ മതം. അതിന്റെ പ്രശ്നം എന്താ? അതൊരു സയനിസത്തിനും വകവെക്കില്ല, ഒരു ക്യാപിറ്റലിസത്തിന്റെ മുമ്പിൽ കുമ്പിടില്ല, ഒരു കമ്മ്യൂണിസത്തിനും ലിബറലിസത്തിനും കീഴടങ്ങില്ല, ഒരു ക്യാപിറ്റലിസത്തിനും അതുപോലെ തന്നെ അൾട്രാ സെക്യുലറിസത്തിനും അത് സുജൂദ് ചെയ്യില്ല. പ്രവാചകന്മാർ എഴുന്നേറ്റ് നിൽക്കും. വിശ്വാസ രംഗം മുതൽ വിപ്ലവ രംഗമടക്കമുള്ള സകലയിടത്തും അവർ പറയും, ഇതാണ് ശരി, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. അധികാര കേന്ദ്രങ്ങളെ ചൂണ്ടി ഈ മുഹമ്മദ് നബി പറയുന്നത് തഖ്വയാണ്, നന്മതിന്മകളെ കുറിച്ചുള്ള അവബോധമാണ്, ശരിതെറ്റുകളുടെ നിർവചനമാണ്. അതല്ലാതെ വന്നിട്ട് വായി തോന്നിയതൊക്കെ ആങ്കർമാരും ചർച്ചയിൽ പങ്കെടുക്കുന്ന പരിവാരകാരനും നടത്തുന്നത് പോലെ എല്ലാം വിളിച്ചു പറയുന്നവരല്ല പ്രവാചകന്മാർ. പ്രവാചകന്മാർ. അപ്പൊ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞെന്തിനാ നിങ്ങള് ഈ പ്രവാചക പ്രസ്ഥാനങ്ങളെ പേടിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സംഘമാണ് സയണിസം, അതുപോലെ തന്നെ ക്യാപിറ്റലിസം. സയണിസത്തിനും ക്യാപിറ്റലിസത്തിനും ഫാസിസത്തിനും നാസിസത്തിനും ഒക്കെ അതിന്റെ എല്ലാ അതിരുവിട്ട പ്രവർത്തനങ്ങളും നടത്തണമെങ്കിൽ രാമനെയും കൃഷ്ണനെയും ബുദ്ധനെയും ജൈനനെയും അതുപോലെ തന്നെ യേശുവിനെയും മോശനെയും മുഹമ്മദ് നബിനെയൊക്കെ അടക്കം ചെയ്യണം. ലോകത്തിലെ എല്ലാ മതങ്ങളെയും പോലെ അടക്കി നിർത്തിയിട്ടുണ്ട്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഒക്കെ കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിൽ വെച്ചിട്ട് മയ്യത്താക്കി ആ പരിപാടി നടത്താൻ ലോക മതങ്ങളെയൊക്കെ അതിന്റെ ആ നട്ടല്ലൂരി അതിന്റെ ജീവൻ കെടുത്തി ശവശരീരം മാത്രം പ്രദർശനത്തിന് വെച്ചിട്ട് അപകടകരമായ കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് സയണിസം. പക്ഷേ ഇസ്ലാം അതിന് വഴങ്ങിടില്ല. മുസ്ലിം സമുദായം ഉണ്ട്. ഇപ്പൊ ഈ സയണിസത്തെ കുറിച്ചുള്ള ചർച്ച എടുക്കുമ്പോൾ പറയുന്നുണ്ട്, ഹിന്ദു സയണിസമാണ് RSS. അറിയോ നിങ്ങള്? സയണിസമാണത്. സയണിസത്തിന്റെ അതേ പാറ്റേണിൽ സയണിസം റിമോട്ട് ചെയ്യുന്ന പ്രസ്ഥാനമാണത്. ക്രൈസ്തവ സയണിസമാണ് ട്രംപ് എന്ന് പറഞ്ഞാൽ യേശുവിനെയും അതുപോലെ തന്നെ യഹോവയെയും കന്യാമറിയത്തെയും കൊണ്ടുപോയി യഹൂദന്റെ സയണിസത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി. ഇപ്പോ സയണിസ്റ്റ് ഇസ്ലാമുണ്ട്. അതാണ് UAE എന്നൊക്കെയാ പറയുന്നത്. കുറച്ച് ഈജിപ്തിലൊക്കെ നടക്കുന്നത് എന്ന് പറയുന്നത്. മുഴുവൻ പറയാൻ നമ്മളാണല്ല. അങ്ങനെയൊക്കെ നടന്നുകൊണ്ട് സയണിസ്റ്റ് ഇസ്ലാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ChatGPT ആരാണ് ഇസ്രായേലിന് സംരക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞപ്പോ ഇസ്രായേലിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക UAE-യും ഇന്ത്യയും അമേരിക്കയും ജർമ്മനിയായിരിക്കും. അമേരിക്ക പോലും അതിനെ ബഹിഷ്കരിച്ചാലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സയഡിസ്റ്റ് ഇസ്ലാമുണ്ട്, സയഡിസ്റ്റ് ക്രിസ്ത്യാനിറ്റി ഉണ്ട്, സയഡിസ്റ്റ് ഹൈന്ദവതയുണ്ട്. ഇതിന് വഴങ്ങിക്കൊടുക്കാത്ത ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, ഏറ്റവും മൂല്യവത്ത്, എന്നിട്ടും അതിനെയും വേറെ രീതിയിലൊക്കെ ഒരു കൈകാര്യം ചെയ്യുന്നുണ്ട്. സൂഫി പ്രസ്ഥാനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചർച്ചയിലേക്ക് നമ്മൾ പോകണില്ല. നമ്മൾ നോക്കണം, മുഹമ്മദ് നബിന്റെ ഇസ്ലാം എന്ന് പറയില്ല, ഇബ്രാഹിം നബിന്റെ ഇസ്ലാം എന്ന് പറയില്ല, മൂസാ നബിന്റെ ഇസ്ലാം എന്ന് പറയില്ല, അബൂഖുർആന്റെ ഇസ്ലാം എന്ന് പറയില്ല. പിന്നെ സൂഫി ഇസ്ലാം. അജിത് ഡോവൽ മുതല് ഇവിടെ കിടക്കട യുക്തിവാദി നിരീശ്വരവാദികളടക്കം പറയും വേണ്ടത് സൂഫി ഇസ്ലാമാണ്.
എന്താണ് ഈ സൂഫി ഇസ്ലാം? എന്തേ മുഹമ്മദ് നബിയുടെ ഇസ്ലാം വേണമെന്ന് പറയാത്തത്? എന്താ ഇബ്രാഹിം നബിയുടെ ഇസ്ലാം വേണമെന്ന് പറയാത്തത്? വമൻ ഇദ് ഖാല ലറഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. നീ അല്ലാഹുവിന് സമർപ്പിക്കുക എന്ന് ഇബ്രാഹിമിനോട് പറഞ്ഞപ്പോൾ അസ്ലംതു, ഞാനിതാ ഇസ്ലാമായിരിക്കുന്നു. ഇസ്ലാമിന്റെ എല്ലാ പ്രതീകങ്ങളെയും വളരെ മനോഹരമായി ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ള പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി. ഇവർക്ക് സൂഫി ഇസ്ലാമാണ് ഇഷ്ടം. സൂഫികൾ മോശമാണെന്നൊന്നുമല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. സൂഫികളിലുണ്ട്, പക്ഷെ അങ്ങനെ സൂഫി ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനത്തെ ബാക്കി ഇസ്ലാം അജിത് ഡോവലിന് വേണ്ട, ഇവർക്ക് വേണ്ട, അറബ് ഷെയ്ഖന്മാർക്ക് വേണ്ട, അപ്പുറത്ത് കിടക്കുന്ന ആളുകൾക്ക് വേണ്ട. എന്താ ഇതിന്റെ പ്രശ്നം? ഞാൻ പറഞ്ഞത് മതങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ആകാശ ദർശനങ്ങളുടെ കൂട്ടത്തിൽ വഴങ്ങിക്കൊടുക്കാത്ത മെരുങ്ങാത്ത സംഘങ്ങളായി ലോക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയും അവരുടെ നവോത്ഥാന പ്രവർത്തനങ്ങളിലൂടെ പൊതുസമൂഹങ്ങളിലേക്ക് മനുഷ്യ സമൂഹം. എന്തിനാ ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കേരളത്തിൽ ഇങ്ങനെ കൈകാര്യം ചെയ്യേണ്ട കാര്യം? ഇവിടുത്തെ CPM അറിയില്ലേ ജമാഅത്തെ ഇസ്ലാമി ഒരു സാധു സംഘടനയാണെന്നുള്ളത്? സാധു എന്ന് പറഞ്ഞാൽ ഞാൻ മോശപ്പെട്ട അർത്ഥത്തിലല്ല. ഓൽക്കറിയത് വർഗീയ കലാപം നടത്തുന്ന സംഘടനയല്ലാന്ന്, ഇത് ഭീകരവാദം നടത്തുന്ന സംഘടനയല്ലാന്ന്. പിന്നെന്താ? കേരളത്തിലെ ഏറ്റവും വലിയ സെക്യുലർ പ്രസ്ഥാനമായ CPM മുതൽ അതിമാരക സംഘടനയാണ് RSS. ഇന്നലെ ഒരു സോബി പ്രസംഗിച്ചിരിക്കണത് എന്താ പറഞ്ഞിരിക്കണത്? ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിക ഭരണം വരാതിരിക്കണമെങ്കിൽ CPM തന്നെയാണ് അധികാരത്തിൽ വരുന്നത്. കാരണം ഇപ്രാവശ്യം നമുക്ക് കിട്ടൂല. കോൺഗ്രസ് പൊളിയാനും അതുപോലെ തന്നെ CPM പൊളിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്രാവശ്യം CPM അധികാരത്തിൽ വരണം. ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിക ഭരണം വരാതിരിക്കാൻ. അല്ല സഹോദരന്മാരെ, പൂക്കോട്ടൂരിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരില്ലേ? ഇല്ലേ? വെള്ളാമ്പുറത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരില്ലേ? ഇവിടുത്തെ ഏത് മനുഷ്യർക്കും, സുന്നിക്കും മുജാഹിദിനും ജമാഅത്തിനും കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും RSSനും ഒക്കെ ബന്ധമുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാരില്ലേ? എന്താ പ്രശ്നം? ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകരതയാണോ? അതിന്റെ ഫോർമാറ്റിൽ അത് നടത്തിക്കൊണ്ടിരിക്കുന്ന അതിമാരകമായ നടപടിക്രമങ്ങളാണ്? ഒന്നുമല്ല. പ്രശ്നം എന്താ? അവര് പറയുന്നു അല്ലാഹ് പറഞ്ഞതേ കേൾക്കുള്ളൂ, മുഹമ്മദ് നബിയെ നേതാവിനെ അംഗീകരിക്കുള്ളൂ, ദർശനമായിട്ട് ഇസ്ലാമിനെ മാത്രമേ സ്വീകരിക്കുള്ളൂ, പ്രപഞ്ചത്തിന്റെ നാഥനെ അനുസരിക്കാൻ പറ്റുള്ളൂ. ഇത് എത്ര ചെറിയവനും എത്ര വലിയൊരു ജമാഅത്തെ ഇസ്ലാമി പറയും, വേറെ ഒരാളെ അംഗീകരിക്കാൻ പാടില്ല. ആധുനിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ലോകത്തിലെ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ എനിക്ക് നേരമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങള് ട്രംപിനെ ദൈവമായിട്ട് അംഗീകരിച്ചു നോക്ക്, ട്രംപിന് പ്രശ്നം ഉണ്ടാവില്ല. നരേന്ദ്രമോദിയെ ദൈവമായിട്ട് അംഗീകരിച്ചു നോക്ക്, ഒരു പ്രശ്നം ഉണ്ടാവില്ല നരേന്ദ്രമോദിക്ക്. നിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള ഖുർആനും നിസ്കരിക്കാനുള്ള മുസല്ലിം നിസ്കരിക്കാനുള്ള പള്ളിയൊക്കെ ചിലപ്പോൾ മുമ്പ് ഉണ്ടാക്കി തരും. അതേസമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്രാഹിം റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റസൂലുള്ളാഹ് ഇത് പറയുമ്പോൾ ഫറോവക്ക് ഇളകും, നമ്രൂദിന് ഇളകും, വലീദ് ഇബ്നു മുഗീറയും ഉമയ്യത്ത് ഇബ്നു ഖലഫും അബൂ സുഫിയാനും ഒക്കെ ഇളകി മറിയും. സാമ്പത്തിക രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ഹാമാന ഖാറൂന വ ഫിർഔന എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ സാമ്പത്തിക ഉദ്യോഗസ്ഥ ശക്തികൾ അവരുടെ സാമ്പത്തിക അധികാര താല്പര്യങ്ങൾക്ക് തടസ്സമാകുന്ന ഒരു ഉലൂഹിയത്തും റിസാലത്തുമാണ് ഈ പ്രവാചകന്മാർ പറയുന്നത് എന്ന് പറയുമ്പോ അവിടെ വെച്ചിട്ട് പ്രശ്നമാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് ആ പ്രശ്നമൊക്കെ ഉള്ളൂ, അതിന്റെ അപ്പുറത്തുള്ള പ്രശ്നമൊന്നുമില്ല. ലോക ഇസ്ലാമിക അപ്പൊ ഞാൻ പറഞ്ഞതെന്താന്ന് വെച്ചാൽ മതങ്ങളുടെ കൂട്ടത്തിൽ ക്രൈസ്തവതയുടെ നട്ടലൂരിയിട്ടുണ്ട്. യൂറോപ്പിലെ ക്രൈസ്തവതയും ലാറ്റിൻ അമേരിക്കയിലെ ക്രൈസ്തവതയും ഇപ്പോ പല ക്രൈസ്തവതയും അത് പോപ്പൊക്കെ അതിനെ വീണ്ടെടുക്കാൻ പരക്കം പോഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സൈഡിസം ചെയ്ത പണിയാ അതിനെ കയറിയിട്ട്. ഇന്ത്യയിലെ ഹൈന്ദവതയിലും ആ പണിപ്പ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. RSS എന്ന് പറയുന്ന ഭീകര സംഘത്തെ വളരെ മനോഹരമായി സംവിധാനിച്ച്. RSS ഒരു സംഘാട്ടോ, നിങ്ങൾ ചാർജി പിടി ചോദിച്ചു നോക്കണ്ടേ? ഗാന്ധിയെ കൊന്നതാരാ? RSS അല്ല. ബാബരി മസ്ജിദ് പൊളിച്ചതാരാ? RSS അല്ല. മാലേഗാവ് സ്ഫോടനം നടത്തിയതാ? ആരല്ല? തെളിവില്ല. ഞാൻ എന്നിട്ട് എഴുതി കൊടുത്ത് പാവം CBI-യിലെ CBI പാവല്ല, പക്ഷെ CBI-ക്ക് തെളിവ് കിട്ടാത്തത് കൊണ്ടാണ്. കോടതിക്ക് ബോധ്യപ്പെടുന്ന തെളിവുകൾ, വലിയ വലിയ കോടതികളും വലിയ വലിയ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും ഉണ്ടായിട്ടും ഗാന്ധിയെ വെടിവെച്ച പ്രസ്ഥാനം ഏതാണ്? അതാണ് ഭീകര സംഘടന. അതിന്റെ മസ്തിഷ്കം, അതിന്റെ ബ്രെയിന്, അതിന്റെ ഹൃദയം, അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള കരങ്ങളും ശരീരമൊക്കെ ഏതാണോ അത് ഭീകര സംഘമാണ്. അത് RSS ആണെങ്കിൽ RSS ഭീകര സംഘമായിരിക്കും. അത്തരം സംഘങ്ങളുണ്ട്, അങ്ങനെ ധാരാളം സംഘടനകൾ. ഇതിനൊക്കെ അത്തരം സംഘടനകളൊക്കെ ഉപയോഗിച്ചിട്ട് ഓരോ മതങ്ങളുടെയും അടിസ്ഥാനങ്ങളെ വലിച്ചൂരിയെടുത്തിട്ട് പക്ഷെ ഇതിന് ബദല് ഇസ്ലാമിക സമൂഹങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുക ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, ഇപ്പോഴൊരു സന്തോഷം എന്താണെന്നറിയോ? നിങ്ങൾ പഴയ പോലത്തെ ഇപ്പോഴത്തെ അവസ്ഥകൾ പണ്ട് നമ്മൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് തന്നെ നിങ്ങൾ നോക്കുന്നുണ്ട്. ഈ യുദ്ധം തുടങ്ങിയ ഉടനെ ഉണ്ടായിട്ടുള്ള ഏറ്റവും സന്തോഷകരമായ അനുഭവങ്ങളൊന്ന ഇറാനെ എല്ലാവരും കൂടിയാണ് ഒറ്റപ്പെടുത്തും. പലർക്കും പൂതിയൊക്കെ ഉണ്ട്, അതിന് പല രാജ്യങ്ങൾക്കും പൂതിയുണ്ട്. ഇറാൻ എന്ന് ഒറ്റക്കെടുത്തിട്ട് ചവിട്ടി മതിച്ച് കളയാന്നൊക്കെ. പക്ഷെ പരിപാടി നടന്നില്ല. ഓലൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ടി വന്നു. ഇറാൻ പറഞ്ഞു, ഒന്ന് ഇറാന്റെ ഒരു നിലപാടുണ്ട്, പോവുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ചാണ് പോവുക, നമ്മളെ മാത്രമായിട്ട് പോണില്ല, നിങ്ങളെയും കൂടിയായിട്ട് നമ്മൾ പോവുള്ളൂ. ഇന്നലെ
ഇന്നലെയും അതിന്റെ ആ സേനാധിപൻ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇറാന്റെ സൈന്യാധിപൻ ബഹ്റൈനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ കളി ഉണ്ടല്ലോ അമേരിക്കക്കും ഇസ്രായേലിനും വേണ്ടിയിട്ട് കളിക്കുന്ന കളി, ആ പരിപാടികൾ നിർത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് നിന്ന് ഞങ്ങൾ ആക്രമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു തുള്ളി എണ്ണ പോലും പുറത്തേക്കെടുക്കാൻ പറ്റാത്ത കോലത്തിൽ പഴയകാലത്തെ പോലെ കടലിൽ മുങ്ങിയിട്ടും മരുഭൂമിയിൽ നീന്തിയിട്ടും ഒട്ടകപ്പുറത്ത് കയറിയിട്ടും ഈത്തപ്പഴം പറിച്ചിട്ടും ഒക്കെ ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ മാത്രം അവിടെ നിൽക്കും. വളരെ ശക്തമായ മുന്നറിയിപ്പ്. ഒന്നിക്കൽ അതുകൊണ്ട്, അല്ലെങ്കിലോ കുറച്ചൊക്കെ കാഴ്ചപ്പാട് അറബ് രാജ്യങ്ങളിലെ പലർക്കും കിട്ടിയിട്ടുണ്ട്, സൗദിക്ക് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ പല രാജ്യങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. എന്ത്? അമേരിക്കയെ ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ഞങ്ങളെ ചട്ടുകമാക്കി കരുവായി ചെസ്സിലെ കരുക്കളെ പോലെ ഉപയോഗിക്കുകയായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇത്രയും വലിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഇറാനെതിരെ അണ്ടർഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ നടത്തുകയാണെങ്കിൽ അല്ലാതെ പരസ്യമായിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ അറബ് രാജ്യങ്ങളൊക്കെ കൂടി തീരുമാനിച്ചിട്ട് അമേരിക്കൻ അങ്ങോട്ട് വിളിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇറാനാണ് തീർക്കാന്ന് പറഞ്ഞാല് സംഭവം നടക്കുമല്ലോ. പക്ഷേ ഭൗതികമായ താല്പര്യങ്ങൾ ഉണ്ടാകാം, പല കാരണങ്ങളും ഉണ്ടാകാം. പക്ഷെ അങ്ങനെ നടന്നിട്ടില്ല. വളരെ ശുഭോദർക്കമായ നടപടിക്രമങ്ങളിൽ ഒന്നാണ് ഇറാൻ ഒറ്റപ്പെടുത്താനൊക്കെയുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഷിയ രാജ്യമാണ്, വളരെ അപകടകരമായ രാജ്യമാണ്, സഹാബികളെ ചീത്ത പറഞ്ഞിട്ടുള്ള കൂട്ടരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് കിളച്ച് മാന്തിയെടുത്ത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അത് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടരെ ഇസ്രായേലും അമേരിക്ക ഷിയ സുന്നി സംഘർഷം. പക്ഷെ അതിലേക്കും ലോകത്തിനെ എത്തിക്കാൻ ഒരാൾക്കും സാധിച്ചില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഇറാനെ ഒരൊറ്റ കാര്യം കൊണ്ട് വിലയിരുത്തിയാൽ മതി. ഇറാൻ അമേരിക്കനോടോ ഇസ്രായേലിനോടോ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൗദിയേക്കാൾ, UAE-യേക്കാൾ, ഗൾഫ് രാജ്യങ്ങളിലെ ഏതൊരു രാജ്യത്തെക്കാളും വമ്പിച്ച, കാരണം അത്രമാത്രം മണ്ണും മലയും ഖനിജവും പാരമ്പര്യവും ചരിത്രവും ആർക്കുണ്ട്? ഇറാനുണ്ട്. ഖുമൈനിയുടെ കാലത്ത് നടന്നിട്ടുള്ള ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം എന്നാണ് മിസ്റ്റർ അമേരിക്കയെ കുറിച്ച്, എന്നാണ് ഇസ്രായേലിനെ കുറിച്ച് ഇങ്ങനെ ധൈര്യസമേതം പറഞ്ഞിട്ടുള്ള, ഇസ്രായേലിനെ അംഗീകരിക്കില്ല, ഒരു നിലക്കും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ലോകത്തിലെ മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും ഒരു രാജ്യമുണ്ടെങ്കിൽ അതാണ്. ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അണ്ടർഗ്രൗണ്ടിലോ അകത്തോ പുറത്തോ ഒക്കെ പല ബന്ധങ്ങളുണ്ട്. ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. ഇത്രമാത്രം പ്രയാസങ്ങളിലൂടെ രാജ്യം ലായിരുന്നു. നിരന്തരമായ ഉപരോധം 10-30 കൊല്ലമായിട്ട് ഇത്രയും സാധനം ഉണ്ടായിട്ട് വിൽക്കാനോ കൊടുക്കാനോ വാങ്ങാനോ ഒന്നും പറ്റാതെ. പക്ഷേ ആ ഇസ്രായേലിനെയും അമേരിക്കയെയും സ്വന്തം കരുത്തിൽ പല സഹായങ്ങളും ഉണ്ടാകാം പിടിച്ചു നിന്നിട്ട് എഴുന്നേറ്റ് നിന്നു. ആ ഇറാന്റെ നിലപാട് ഈ നിമിഷം വരെ പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പോകാന്ന് ഒരുമിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ എന്താണെന്ന് നിങ്ങള് ബെഞ്ചമിന്റെ തന്നെ യൂറോപ്പിൽ നിന്ന് ആ ഇറ്റലി മുതൽ സ്പെയിൻ അടക്കം പറയുന്ന വർത്തമാനങ്ങൾ ഇങ്ങോട്ട് കയറണ്ട. ഇവൻ അപകടകാരിയാണ്, കുലദ്രോഹിയും മനുഷ്യദ്രോഹിയുമാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഇതിനെ നമ്മൾ പൊറുപ്പിക്കാൻ പാടില്ല, ഒരു നിലക്കും ഇതിനടുപ്പിക്കാൻ പറ്റില്ല. ഇത് അപകടകാരിയാണ്. ഇസ്രായേലിനെ പോറ്റുന്ന പരിപാടി അമേരിക്ക നിർത്തണം, യൂറോപ്പ് നിർത്തണം. ഇതൊന്നും പണ്ട് കേൾക്കാത്ത വർത്താനങ്ങളാ. അറിയോ നിങ്ങള്? ഇസ്രായേലിനെതിരെ അധികരുത്തുള്ള ശബ്ദങ്ങൾ. എന്താണ്? ഫ്രഞ്ച് പ്രസിഡന്റ്, സ്പെയിനിന്റെ പ്രസിഡന്റ്, ഇറ്റലിയുടെ പ്രസിഡന്റ്. ഇന്നലെ രസമുള്ളൊരു സംഭവം ഉണ്ടായി. അമേരിക്കൻ പ്രസിഡന്റ് ഒരു വർത്താനം പറഞ്ഞു, ഇപ്പൊ ലോകകപ്പ് എടുക്കണം, അവിടെ നമുക്കിപ്പോ യുദ്ധം നിൽക്കുന്നുള്ളതിന്റെ ഒരു സമാധാനം തരങ്ങൾ. ലോകകപ്പ് വരാനുണ്ട്, അമേരിക്കയിൽ ലോകകപ്പ് വരാനുണ്ട്. ആ ലോകകപ്പ് എടുക്കണമെങ്കിൽ എന്താണെങ്കിലും പൊട്ടിയാൽ ഇത് നടക്കലുണ്ടാവില്ല. അതുകൊണ്ട് ചിലപ്പോൾ മിക്കവാറും എന്ത് ചെയ്യും, പെട്ടെന്ന് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടക്കും. പക്ഷെ ആ ലോകകപ്പായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇറാനുണ്ട് ലോകകപ്പില് കളിക്കാൻ. അപ്പൊ ട്രംപ് പറയാണ് വേണ്ട, ഇറാൻ വരേണ്ട കാര്യമില്ല, അതിന് പകരം ഇറ്റലി വന്നോട്ടെ. ഇറ്റലിക്ക് കളിച്ചിട്ട് കിട്ടിയില്ല, വളരെ പ്രാവശ്യമായിട്ട് അവർ പുറത്തു പോയി നിൽക്കുകയാണ്. ഇപ്പൊ ബോസ്നിയനോട് തോറ്റ് പെനാൽറ്റി അടിച്ച് പുറത്തു പോയി. ഈ ക്വാളിഫൈ റൗണ്ടിൽ 4 പണ്ട് സിദാന് മറ്റേ ഒരു കളി ഇറ്റലി ഫൈനൽ കളിച്ചിരുന്നല്ലോ, അന്ന് നെഞ്ഞത്ത് കുത്തി ഓനെ കയറ്റിയിട്ട് കപ്പ് നേടിപ്പോയത്. അതിന്റെ ശേഷം പിന്നെ ഇറ്റലിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. പക്ഷെ ഇറ്റലി മാറി. ആ ഇറ്റലിയുടെ ധനകാര്യമന്ത്രിയും ഫുട്ബോൾ മന്ത്രിയൊക്കെ പറഞ്ഞ അങ്ങനെ കളിച്ച് ജയിച്ചിട്ടൊക്കെ എത്തിയാൽ മതി. ഞങ്ങൾ ഓശാരായിട്ട് കൊണ്ടുപോയിട്ട് ട്രംപ് വിളിച്ചുകൊണ്ടിട്ട് കളിപ്പിക്കേണ്ട കാര്യമില്ല. കളിച്ചിട്ട് ക്വാളിഫൈയിങ് ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ട് കളിച്ചാൽ മതി. ഇത്രയും ആണത്തോടുകൂടി ഏറ്റവും ശക്തമായ ഇസ്രായേലിന്റെ കപ്പലുകളെ മുഴുവൻ തുറമുഖത്ത് നിന്ന് സ്പെയിനും ഇറ്റലിയും പറഞ്ഞയക്കുന്നു. സൗദിക്ക് കഴിയാത്ത, കുവൈത്തിന് കഴിയാത്ത, അതുപോലെ തന്നെ അറബ് രാജ്യങ്ങൾക്ക് കഴിയാത്ത അതിഗംഭീരമായ നിലപാടുകൾ. അമേരിക്കയിൽ ഭരണമാറ്റത്തിന് വേണ്ടിയായിരുന്നു ഞങ്ങൾ ഖാംനെയെ കൊന്നത്, അദ്ദേഹത്തെ വധിച്ചത് എന്നാണ് ഇസ്രായേലും അമേരിക്കയും പറഞ്ഞത്. ഒരു വിചാരിച്ച ആ ചക്ക വീകുമ്പോഴേക്ക് എല്ലാ കാര്യം തീരുന്ന, പക്ഷേ അതിനേക്കാൾ ഗംഭീരമായി. കാരണം അതിന് അങ്ങനെ ഒരു ചരിത്രമുണ്ട്. തല പോയാലും ഉടല് പണിയെടുക്കുന്ന പറഞ്ഞ പോലെ ഈ ചില പാമ്പിനെ കണ്ടിട്ടുണ്ടല്ലോ, പാമ്പിന്റെ തല വെട്ടിയാലും ഉടല കിടന്നിട്ട് ഇങ്ങോട്ട് ചാടിയിട്ട് അത് കുറെ കഴിഞ്ഞിട്ട് അത് കിടക്കുള്ളൂ എന്നതുപോലെയാണ് ഇസ്രായേൽ. പക്ഷെ അതിന്റെ അപ്പുറമാണ് വളരെ എന്താണ് പറയാ, സ്റ്റെബിലിറ്റിയുള്ള, വളരെ കൃത്യതയുള്ള ഒരു നേതൃവർക്ക്. എന്താ അതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് രാഷ്ട്രീയ നേതാവും മത നേതാവും ഒന്നാണ് അവിടെ.
ഇറാനിലെ അവസാനത്തെ സുപ്രീം കൗൺസിൽ, ഇതാണ് ഇവരെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും കൂടി രണ്ടായാലേ പലിശ കച്ചവടവും പെണ്ണ് കച്ചവടവും കള്ള് കച്ചവടവും ഒക്കെ നടത്താൻ പറ്റുള്ളൂ. യുദ്ധ കച്ചവടം, ആയുധ കച്ചവടം ഒക്കെ രണ്ടും കൂടി ഒന്നായാൽ എന്താവും? ആ ധാർമ്മികതയുടെയും മൂല്യങ്ങളുടെയും. അതുകൊണ്ടാണ് ഇറാൻ മുല്ലാരാജ്യമായിട്ട് മാറുന്നത്. അതല്ലാതെ വേറെ ലോകത്തിലെ സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീകളുടെ വിദ്യാഭ്യാസം, മുസ്ലിം ലോകത്തെ ഏറ്റവും കൂടുതൽ വൈജ്ഞാനികമായി കരുത്ത് നേടിയിട്ടുള്ള അപൂർവ പ്രദേശങ്ങളിൽ നിന്നാണ് ഇറാൻ എന്ന് പറയുന്നത്. എല്ലാ രംഗത്തും അതിന്റെ അലിഖാംനെ വധിക്കപ്പെട്ട അലിഖാംനെയൊക്കെ നിങ്ങൾ പഠിച്ചു നോക്കിയാൽ അത്ഭുതകരം. നമ്മളതിന്റെ അപസർപ്പക കുറച്ചൊക്കെ വേറെ അവിടെ നടക്കുന്നുണ്ടോ, അത് വേറെ നമ്മൾ പഠിക്കേണ്ടതാ. ഈ ത്വരീഖത്ത് അതുപോലെ തന്നെ സൂഫി പ്രസ്ഥാനങ്ങളൊക്കെ പറയുന്നത് പോലെ അതിവർണ്ണനകളും അവതാര സ്വഭാവത്തിലും ഒക്കെ അതിന്റെ അതൊക്കെ മാറ്റിവെച്ചാലും വളരെ മനോഹാരിതയുള്ള, വളരെ കരുത്തുള്ള, ഉജ്ജ്വലമായ നിലപാടുകളുള്ള, എന്തിനേയും അഭിമുഖീകരിക്കാൻ കരുത്തുള്ള നേതാക്കന്മാരുടെ വലിയ സംഘങ്ങൾ ഇറാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പണിയെടുത്തു കൊടുത്ത് ഇപ്പോ ഇയാൾ അട്ടിമറിക്കാൻ, ട്രംപിനെ അട്ടിമറിക്കാനുള്ള പണിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപിനെ അട്ടിമറിക്കാൻ ഭയങ്കരമായ ചർച്ച നടന്നുകൊണ്ട് ഇയാൾക്ക് കിറുക്കാണോ, ഇയാൾക്ക് സൈക്കിക് പ്രശ്നങ്ങളുണ്ടോ, ഇയാൾക്ക് പിരാന്താണോ, ഇയാള് ഒരു സാധാരണ മനുഷ്യനല്ലേ? ഒരു നിലക്ക് ഞാൻ അവസാനിപ്പിച്ച് നമ്മൾ വിചാരിക്കുന്നത് രണ്ടാണെങ്കിലും നല്ലതാ. ഇങ്ങനത്തെ ചില പിരാന്തന്മാര്, കാരണം അമേരിക്കയിലെ ട്രംപ്, ബുഷ്, ബൈഡൻ അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഇങ്ങനെ അഴകുടമ്പൻ നയം സ്വീകരിച്ചിട്ട് ഇയാൾ എന്താ സംഭവം എന്ന് വെച്ചാൽ പിരാന്തായതുകൊണ്ട് ഇപ്പൊ തോന്നിയതല്ല, ഉറങ്ങാൻ കിടക്കുമ്പോൾ തോന്നിയല്ല ഉണരുമ്പോൾ ഉപരിക്ക് തോന്നുക, ഉണരാൻ കിടക്കുമ്പോൾ തോന്നിയല്ല പിന്നെ നാസ്തകരിക്കുമ്പോൾ തോന്നുന്നു, നാസ്തകരിക്കുമ്പോൾ തോന്നുന്നതല്ല ഉച്ചക്ക് തോന്നുക, ഉച്ചക്ക് കടന്നിറങ്ങിയാൽ പിന്നെ വിസ്കരിക്കുമ്പോൾ എണീച്ചാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് മൂപ്പരൊക്കെ ആകെ മാറിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഒരു ദിവസം പറയാം ഇറാൻ അതിഗംഭീരാണ്, അതിന്റെ നേതാക്കന്മാര് ഇന്ത്യ ഹാവ് മിസ്റ്റർ മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിപ്പിടിക്കും. പിന്നെ പറയും നരകാണത്. ഇങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സാധനം അമേരിക്ക പൊളിയാനും അമേരിക്കയെ പൊളിക്കാനും ഇസ്രായേലിനെ വട്ടുചൊറി പിടിപ്പിക്കാനും ഒക്കെ പറ്റുന്ന ഒരു നേതാവ് അയാൾ തന്നെയാണ്. അയാൾ അവിടെ തന്നെ നിൽക്കട്ടെ കുറച്ചു കാലം കൂടി. നിങ്ങൾ പ്രാർത്ഥിച്ചോ, ലോകത്തിന് ചില മാറ്റങ്ങളൊക്കെ വരണല്ലോ. അങ്ങനെ ഭയങ്കര ഡിപ്ലോമസി ആയിട്ടൊക്കെ പോകുന്ന ആളുകളുണ്ടായ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോടില്ല. മിക്കവാറും ഇയാളെ കൊണ്ട് ഇസ്രായേൽ മുടിയും അമേരിക്ക മുടിയും. ലോകത്ത് പുതിയ ശക്തികൾ രൂപപ്പെടാൻ സാധ്യതയുള്ള ഇസ്രായേലിന്റെ സയനിസ്റ്റ് കേന്ദ്രീകൃതമായ ശക്തിക്ക് പകരം വളരെ ബഹുസ്വരതയുള്ള, വളരെ 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 വൈവിധ്യങ്ങളുള്ള ലോക നേതൃത്വങ്ങൾ. ഇപ്പൊ ന്യൂഡൽഹിയും ന്യൂയോർക്കും ന്യൂസിലാൻഡും ഒക്കെ നിയന്ത്രിക്കുന്നത്, മക്കയും മദീനയും മുതൽ ശബരിമലയും വേളാങ്കണ്ണിയും ഒക്കെ നിയന്ത്രിക്കുന്നത് സയനിസ. അവരാഗ്രഹിക്കുന്ന രീതിയിൽ, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ, അവരുടെ താല്പര്യത്തിന് വിഘാതമാകാത്ത രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ആരാധനകളും ഒക്കെ സംഘടിപ്പിച്ച് ശാന്തസുന്ദരമായ അവരുടെ കളിയൊക്കെ ക്രിക്കറ്റ് കളി നടക്കുന്നത് പോലെ, ലോകകപ്പ് നടക്കുന്നത് പോലെ ഒരു തടസ്സമില്ലാതെ എല്ലാ അണ്ടർഗ്രൗണ്ട് അജണ്ടകളും നടത്താൻ പറ്റുന്ന സയനിസ്റ്റ് ആധിപത്യ ലോകത്തിനെതിരെ മറുചേരി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ സന്തോഷ വാർത്തകൾ ലോകത്ത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ അവസാനിപ്പിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് വളരെ പ്രതീക്ഷാ നിർഭരമായ ഒരു ലോകമാണ്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള അടിയൊഴുക്കുകൾ സംഭവിച്ചു എന്ന് വരാം. എന്നാൽ പോലും കരുണാവാരിയാർ അല്ലാഹു സുബ്ഹാനഹു വ തആല തൂരിജുൽ ലൈല ഫിൻ നഹാരി വ തൂരിജുൻ നഹാറ ഫിൽ ലൈൽ വ തുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വ തുഖ്രിജുൽ മയ്യിത്ത മിനൽ മയ്യിത്ത് വ തർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ്. എന്താണ്? അല്ലാഹുവാണ് അധികാരം കൊടുക്കുന്നവൻ, അല്ലാഹുവാണ് അധികാരം എടുത്തു കളയുന്നവൻ, അല്ലാഹുവാണ് രാവ് കൊണ്ടുവരുന്നവൻ, അവനാണ് പകല് കൊണ്ടുവരുന്നവൻ, ജീവൻ നൽകുന്നവൻ അവനാണ്, ജീവൻ അവസാനിപ്പിക്കുന്നവനും അവനാണ്. ലോക നാഗരികതകൾ മുതൽ, രാഷ്ട്രങ്ങൾ മുതൽ, സമുദായങ്ങൾ മുതൽ, സംഘടനകൾ മുതൽ, വ്യക്തികൾ മുതൽ എല്ലാറ്റിനെയും ജീവിപ്പിക്കുന്നതും അവസാനിപ്പിക്കുന്നതും ഊരിയെടുക്കുന്നതും ഇരുട്ടിലാക്കുന്നതും വെളിച്ചത്തിലാക്കുന്നതും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ലോകത്തെ ഹീറോയായി ഇറാനും ഹമാസും ഹിസ്ബുള്ളയും ഗസയും ഒക്കെ എഴുന്നേറ്റ് നിൽക്കുന്നുവെങ്കിൽ അമേരിക്കയും ബ്രിട്ടനും സയനിസും ഒക്കെ ഇരുട്ടിൽ പുതഞ്ഞ്, ചളിയിൽ പുതഞ്ഞ്, വിഷത്തിൽ പുതഞ്ഞ് വളരെ വളരെ വഷളായി പുഴുവരിച്ചു നിൽക്കുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിന് വേണ്ടി നാളെ എന്തൊക്കെയോ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള മനോഹരമായ രംഗവേദിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പ്രവർത്തനങ്ങളും പുതിയ കാലത്തെ, പുതിയ ലോകത്തെ മനുഷ്യർക്ക് പ്രവാചകന്മാരുടെ, അല്ലാഹുവിന്റെ വേദഗ്രന്ഥങ്ങളുടെ ദർശനത്തിന്റെ അടിസ്ഥാനങ്ങളിൽ സത്യവും നീതിയും മൂല്യവും നന്മകളും സ്വാതന്ത്ര്യവും ഒക്കെ പുലരുന്ന നല്ല ഒരു ലോകത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ധാരാളം പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് എന്നതിലേക്ക് എന്റെയും നിങ്ങളെയും ഒക്കെ കൊണ്ടുചെന്നെത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ ഗതികളാണ് രാജ്യത്തും ലോകത്തും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദൗത്യങ്ങൾ ഏറ്റെടുക്കുക, നമ്മുടെ ചുമതലകൾ നിർവഹിക്കുക, മാറ്റങ്ങൾക്ക് വേണ്ടിയും വിപ്ലവത്തിന് വേണ്ടിയും വിശുദ്ധിക്ക് വേണ്ടിയുമുള്ള വലിയ പോരാട്ടങ്ങളിലേക്ക് കടന്നുവരാൻ, പ്രവാചകന്മാരുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് കടന്നുവരാൻ കഴിയുമാറുള്ള അറിവും കഴിവും ശക്തിയും നേടിയെടുത്തുകൊണ്ട് നമ്മുടെ ആചാരങ്ങളും
അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഒക്കെ ആ തലത്തിലേക്ക് നമ്മളെ പരിവർത്തിപ്പിക്കാൻ ഉതകുന്നത് കൂടിയാവട്ടെ എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് സയനിസവും സംഘപരിവാരവും സാമ്രാജ്യത്വവും ഒക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കെണികളിൽ നിന്ന്, വലകളിൽ നിന്ന്, അതിന്റെ നെറ്റ്വർക്കുകളിൽ നിന്ന് വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും ഒക്കെ മുക്തരാകാൻ പറ്റുന്ന സ്വതന്ത്രമായ ഒരു ലോകം പുലരുന്ന മനോഹരമായ ലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ഈ ഹജ്ജ് കാലത്തെയും അതിനുശേഷമുള്ള ലോകത്തെയും ഒക്കെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാൻ കരുണാഭാരതി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ സംവിധാനങ്ങളെയും അനുഗ്രഹിക്കുകയും തൗഫീഖ് നൽകി തുടക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സോളിഡാരിറ്റി നിർവഹിച്ച ഈ ദൗത്യത്തിന് ഉജ്ജ്വലമായ അഭിവാദ്യങ്ങളും സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.